സ്റ്റഡി. ഓക്കെ. അഭിഷേകിനായിരുന്നോ എക്സാം ഉണ്ടായിരുന്നത് ഈ ആഴ്ച? ഈ ആഴ്ച ഈ ആഴ്ച നടന്നോണ്ടിരിക്കുക. അപ്പൊ അവധിയൊക്കെ വന്നോണ്ട് അടുത്ത ആഴ്ചത്തേക്കുണ്ട്. 3-4 കഴിഞ്ഞു. ഓ, ബയോളജി കഴിഞ്ഞായിരുന്നോ? ബയോളജി കഴിഞ്ഞില്ല, ഇംഗ്ലീഷും കെമിസ്ട്രി മാത്രമേ കഴിഞ്ഞുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, നന്നായിട്ട് എഴുതുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷന്റെ ചാപ്റ്റർ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയായിരുന്നു. ഹെറിഡിറ്റി എന്താ, ജനറ്റിക്സ് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ ക്ലിയർ ആണോ എല്ലാവർക്കും? പിന്നെ ജീന് അലീലിന്റെ കാര്യം പറഞ്ഞു, ഡോമിനന്റ് ആൻഡ് റിസസീവിന്റെ കാര്യം, ഹോമോസൈഗസ്, ഹെട്രോസൈഗസ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഹോമോസൈഗസ് കണ്ടീഷൻ എന്തായിരുന്നു? കറക്റ്റ്, 2 വാല്യൂസ് ഒരേപോലെയുള്ള കണ്ടീഷനാണ് നമ്മൾ ഹോമോസൈഗസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അത് ഒന്നല്ലെങ്കിൽ, അതായത് 2 ഡോമിനന്റ് ഒരുമിച്ച് വന്നാൽ അതിനെന്ത് പറയും? ഹോമോസൈഗസ് ഡോമിനന്റ് എന്ന് പറയും. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ക്യാപിറ്റൽ ജി, ക്യാപിറ്റൽ ജി. അതേസമയം 2 റിസസീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ഹോമോസൈഗസ് റിസസീവ് എന്ന് പറയും. അതിന്റെ എക്സാമ്പിൾ ആണ് സ്മോൾ ടി ആൻഡ് സ്മോൾ ടി. സോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ആൻഡ് ഇവിടെ വരെയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഹെട്രോസൈഗസ് ആൻഡ് ഹോമോസൈഗസ്. ആൻഡ് ഈ മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ കാര്യം പറഞ്ഞത് എന്തായിരുന്നു? മോണോ ഹൈബ്രിഡ് ക്രോസ് ഒരു സിംഗിൾ ട്രേറ്റ് അല്ലെങ്കിൽ ഒരു സിംഗിൾ ക്യാരക്ടറിന്റെ ഇൻഹെറിറ്റൻസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ക്രോസിനെയാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. അവിടെ ഒരു സിംഗിൾ ക്യാരക്ടറിനെ മാത്രമേ നമ്മൾ അവിടെ എടുക്കുകയുള്ളൂ. സോ ഈ എക്സാമ്പിൾ തന്നിട്ടുള്ള ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ ടോൾനെസ് എന്ന് പറയുന്ന ക്യാരക്ടറിന് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിനെയാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ആൻഡ് മോണോ ഹൈബ്രിഡ് ക്രോസിലെ ജീനോടിപ്പിക്കും ഫീനോടിപ്പിക്കും റേഷ്യോയുടെ കാര്യം നമുക്ക് പറയാനുണ്ടായിരുന്നു. ഈ ജീനോടൈപ്പും ഫീനോടൈപ്പും എന്താന്ന് ഓർക്കുന്നുണ്ടോ? ജീനോടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു മെയിൻ ക്യാരക്ടർ മാത്രമേ എടുക്കൂ. ജീനോടൈപ്പ് എന്ന് വെച്ചാൽ അതിന്റെ പറഞ്ഞോ. ടോൾ ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ 2 രീതിയിൽ പറയാൻ പറ്റും. സോ ടോൾ എന്ന് വെച്ച് നമ്മൾ എന്തുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ടി, ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ സ്മോൾ ടി എന്ന് പറയുന്ന അലീൽസ് കൊണ്ടായിരിക്കും അല്ലെ. അതില് ഈ ക്യാപിറ്റൽ ടി വന്നാലും ടോൾ ആയിരിക്കും. അതേസമയം ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നാലും ടോൾ തന്നെ ആയിരിക്കും. പക്ഷെ ഇത് തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതായത് ഈ രണ്ടും തരുന്ന ക്യാരക്ടർ സെയിം തന്നെയാണ്, ടോൾനെസ് തന്നെയാണ് ഇത് രണ്ടും സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇത് രണ്ടും എന്താ, അതിലുള്ള കോൺസ്റ്റൻസ്, അത് ഉണ്ടാക്കിയിരിക്കുന്ന അലീൻസ് തമ്മിൽ വ്യത്യാസമുണ്ട്. സോ ഈ ഒരേ ക്യാരക്ടറിന് നമ്മൾ കിട്ടുന്നതിനൊരു റേഷ്യോ പറയും. അതിനെയാണ് ഫീനോടൈപ്പിക് റേഷ്യോ. അതായത് അതിൽ നിന്ന് നമുക്ക് എന്ത് ക്യാരക്ടർ ആണ് കിട്ടുന്നത് അതിന്റെ റേഷ്യോ, ഫീനോടൈപ്പിന്റെ റേഷ്യോ എന്ന് പറയും. സോ അതെന്ന് പറയുന്നത് എത്രയായിരിക്കും? മോണോ ഹൈബ്രിഡ് ക്രോസിലെ F2 ജനറേഷൻ, അതായത് ഈ ജനറേഷൻ, ഇതൊരു മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ്. ഇതിലെ പേരൻസിനെ തമ്മിൽ ക്രോസ് ചെയ്ത് ഫസ്റ്റ് ജനറേഷൻ ഉണ്ടായി. അതിനെ തമ്മിൽ പിന്നെ എന്ത് ചെയ്തു? സെൽഫിങ് ചെയ്ത് സെക്കൻഡ് ജനറേഷൻ ഉണ്ടായി. അങ്ങനെ ആ സെക്കൻഡ് ജനറേഷനിൽ നമുക്കൊരു ജീനോടിപ്പിക് റേഷ്യോ ഉണ്ടാവും, ഫീനോടിപ്പിക് റേഷ്യോ ഉണ്ടാവും. അതില് ജീനോടിപ്പിക് റേഷ്യോ എന്ന് വെച്ചാൽ അതിന്റെ ജനറ്റിക് ആയിട്ടുള്ള കോമ്പോണൻസ്, അതായത് ഈ അലീൽസിനെ ഒക്കെ നമ്മൾ നോക്കിയിട്ട് അതിൽ നിന്നുള്ള റേഷ്യോനെയാണ് ജീനോടിപ്പിക് റേഷ്യോ. സോ എന്താ ഓർത്താൽ മതി? ആ ജീൻ അലീൽസ് 2 ചേരുന്നാണല്ലോ ഒരു ജീൻ ഉണ്ടാകുന്നത്. സോ ജീൻസിന്റെ കോൺസ്റ്റൻസിന് അനുസരിച്ചുള്ള റേഷ്യോന് പറയുന്ന പേരാണ് ജീനോടിപ്പിക് റേഷ്യോ. അത് പറയുമ്പോൾ എന്തായിരിക്കും? ക്യാപിറ്റൽ ടി, സ്മോൾ ടി ആൻഡ് സ്മോൾ ടി ആണ് ഇവിടെ ഉണ്ടാവുന്ന 3 ടൈപ്പ് ഓഫ് ജനറ്റിക് ആയിട്ടുള്ള അതിന്റെ 3 ടൈപ്പ് എന്ന് നമുക്ക് പറയാം. സോ അങ്ങനെ വരുന്ന സമയത്ത് ജീനോടിപ്പിന്റെ ടൈപ്പിന്റെ റേഷ്യോ 1:2:1 ആയിരിക്കും. കാരണം ഇവിടെ ഒരു ക്യാപിറ്റൽ ടി ഉണ്ടാവും. അതിന്റെ ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ഒരു ക്യാപിറ്റൽ ടി ഉണ്ട് അല്ലെ. പിന്നെ 2 ക്യാരക്ടേഴ്സ് എങ്ങനെയാ? ഹെട്രോസൈഗസ് ഡോമിനന്റ്, അതായത് ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടി ആണ്. പക്ഷെ അത് തരുന്ന ക്യാരക്ടർ ഏതായിരിക്കും? അത് ടോളിന്റെ ക്യാരക്ടർ തന്നെയായിരിക്കും കാണിക്കുന്നത്, പക്ഷെ അത് ഹെട്രോസൈഗസ് കണ്ടീഷനിലായിരിക്കും. സോ ഈ 3 എണ്ണമാണ് നമുക്ക് ടോളിന്
അതുകൊണ്ട് ഫീനോട്ടിപ്പിക് റേഷ്യോ അതായത് ആ ക്യാരക്ടറിന്റെ റേഷ്യോ എത്രയായിരിക്കും 3 ടോൾ ഉണ്ട് അല്ലെ. സോ ക്യാരക്ടറിന്റെ റേഷ്യോ അല്ലെങ്കിൽ ഫീനോട്ടിപ്പിക് റേഷ്യോ എടുക്കുന്ന സമയത്ത് 3 ടോൾ ഈസ് ടു 1 ഡ്വാഫ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് 3 ടോളിന്റെ ക്യാരക്ടർ കാണിക്കും, ഒരെണ്ണം ഡ്വാഫിന്റെ ക്യാരക്ടർ കാണിക്കും. അത് ജസ്റ്റ് നമ്മൾ എന്താ ക്യാരക്ടേഴ്സിനെ മാത്രമേ നോക്കിയിട്ടുള്ളൂ, അതിൽ അലീൽസിനെ ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല. അതാണ് ഫീനോട്ടിപ്പിക് റേഷ്യോ. പിന്നെ രണ്ടാമതായിട്ടുള്ളത് എന്തായിരുന്നു ജീനോട്ടിപ്പിക് റേഷ്യോ. ജീനോട്ടിപ്പിക് റേഷ്യോയിൽ എന്ത് നോക്കണം? അതിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂവൻസ് അല്ലെങ്കിൽ അതിന്റെ ജനറ്റിക് ആയിട്ടുള്ള കമ്പോണൻസിനെ നോക്കണം. അതായത് ഇവിടെയുള്ള അലീൽസ് ഏതാ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. സോ ഈ ഫസ്റ്റ് കണ്ടീഷനിൽ ഏതാ ക്യാപിറ്റൽ ടി അതിന്റെ ഒരെണ്ണം ഉണ്ട്. പിന്നെ സെക്കൻഡ് കണ്ടീഷൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി നമ്മൾ പറഞ്ഞു ഹെട്രോസൈഗസ് കണ്ടീഷൻ, അത് 2 ഉണ്ട്. ആൻഡ് ഹോമോസൈഗസ് റിസസീവ് അതായത് സ്മോൾ ടി അത് ഒരെണ്ണം ഉണ്ട്. സോ ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 1:2:1 ആയിരിക്കും. അതിൽ 2 ടോൾ ക്യാരക്ടർ ആണ് കാണിക്കുന്നതെങ്കിലും അതിന്റെ ജീനോടൈപ്പ് എന്താണ്? അതിന്റെ ജീനോടൈപ്പ് ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. അതാണ് ഈ ജീനോട്ടിപ്പിക് റേഷ്യോയും ഫീനോട്ടിപ്പിക് റേഷ്യോയും തമ്മിലുള്ള വ്യത്യാസം. സോ ഫസ്റ്റ് വൺ സിംപിളി എന്താ? അതിന്റെ ക്യാരക്ടറിന്റെ അതായത് നമുക്ക് നേരിട്ട് ആ ചെടിനെ കാണുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതിന്റെ റേഷ്യോ, അതാണ് 3 ടോൾ ഈസ് ടു 1 ഡ്വാഫ്. ജീനോട്ടിപ്പിക് റേഷ്യോയിൽ എന്താ വ്യത്യാസം? അതിൽ അതിന്റെ അലീൽസിനെ അല്ലെങ്കിൽ അതിന്റെ പേരൻസിൽ നിന്ന് കിട്ടിയ ഗ്യാമീറ്റ്സ് വഴി കിട്ടിയ ക്യാരക്ടേഴ്സ് ഉള്ള അലീൽസിനെയും കൂടെ നമ്മൾ നോക്കിയിട്ടാണ് ജീനോടൈപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ജീനോട്ടിപ്പിക് റേഷ്യോ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും. ആൻഡ് പിന്നെ ഈ ഫിഗർ 5.4ന്റെ മേളിൽ തന്നിട്ടുള്ള ഈ ഒരു റേഷ്യോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആ, കാണാണ്ട് പഠിക്കേണ്ട കേട്ടോ. മോണോ ഹൈബ്രിഡ് ക്രോസിലെ F2 ജനറേഷനിലുള്ള ഫീനോട്ടിപ്പിക് റേഷ്യോ എന്താണെന്ന് ചോദിക്കും. അതുപോലെ തന്നെ മോണോ ഹൈബ്രിഡ് ക്രോസിലെ F2 ജനറേഷനിലുള്ള ജീനോട്ടിപ്പിക് റേഷ്യോ എന്താണെന്ന് ചോദിക്കും. അപ്പൊ അത് കാണാണ്ട് പഠിക്കണം. ഫീനോട്ടിപ്പിക് റേഷ്യോ 3:1 ആണ്, ജീനോട്ടിപ്പിക് റേഷ്യോ 1:2:1 ആണ്. ക്ലിയർ ആണോ ഇത്? ഓക്കെ. ഇപ്പൊ നമ്മൾ ഇവിടെ ടോൾ എന്ന് പറയുന്ന ക്യാരക്ടർ ആണല്ലോ എടുത്തത്. ഇതിന് പകരം വേറെ ഏതൊരു ക്യാരക്ടർ എടുത്താലും ഇപ്പൊ ടോളിന് പകരം നമ്മളിപ്പം കളറിന്റെ ക്യാരക്ടർ എടുക്കുവാണെങ്കിലും അല്ലെങ്കിൽ എന്താ സ്റ്റെമ്മിന്റെ കളറോ അല്ലെങ്കിൽ അതുപോലെയുള്ള വേറെ ഏത് ക്യാരക്ടർ എടുക്കുകയാണെങ്കിലും ഇതേ റേഷ്യോ തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് ഇവർ കൊടുത്തിട്ടുള്ളതേ ഉള്ളൂ. നമ്മൾ കോമൺലി എടുക്കുന്ന എപ്പോഴും ടോൾ ആൻഡ് ഡ്വാഫ് ആയിരിക്കും നമ്മൾ എക്സാമ്പിൾസ് പറയുന്ന സമയത്ത് യൂസ് ചെയ്യാറുള്ളത്. അതേസമയം ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ പോഡിന്റെ കളർ, അതായത് നമ്മൾ ഇവിടെ ഒരു ടേബിൾ കണ്ടില്ലായിരുന്നോ? ഈ ടേബിളിലുള്ള ഏത് ക്യാരക്ടർ നമ്മൾ മോണോഹൈബ്രിഡ് ക്രോസ് ചെയ്താലും നമുക്ക് കിട്ടുന്ന റേഷ്യോ എന്തായിരിക്കും? ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 3:1 ജീനോട്ടിപ്പിക് റേഷ്യോ 1:2:1 തന്നെ ആയിരിക്കും കേട്ടോ. സോ ഇപ്പൊ ഫ്ലവർ കളർ എടുക്കുന്നെങ്കിൽ ഒരു വൈറ്റ് ഫ്ലവറും തമ്മിൽ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഡോമിനന്റ് ആയിട്ടുള്ളത് വയലറ്റ്. സോ ഫസ്റ്റ് ജനറേഷൻ F1 ജനറേഷൻ ഫുള്ള് ഏത് കളർ ആയിരിക്കും? കറക്റ്റ്. ഫസ്റ്റ് ജനറേഷനിലെ ഫ്ലവേഴ്സ് എല്ലാം വയലറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അതിനെ നമ്മൾ സെൽഫ് ക്രോസ് ചെയ്ത് കഴിയുന്ന സമയത്ത് ഉണ്ടാകുന്ന ജനറേഷന് ഫീനോട്ടിപ്പിക് റേഷ്യോ 3:1 അതായത് 3 വയലറ്റും 1 വൈറ്റും ആയിരിക്കും. അതിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോയോ ഒരു ഹോമോസൈഗസ് ഡോമിനന്റും 2 ഹെട്രോസൈഗസ് ഡോമിനന്റും 1 ഹോമോസൈഗസ് റിസസീവും ആയിരിക്കും അവിടെ കിട്ടുന്നത്. അതായത് 3 ഫ്ലവേഴ്സ് വയലറ്റും 1 ഫ്ലവർ വൈറ്റ് കളറും ആയിരിക്കും. ക്ലിയർ അല്ലേ അത്? ക്ലിയർ. ഓക്കെ. പിന്നെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പറയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു മെന്റൽ ഏത് പ്ലാന്റിനെയാണ് ഗാർഡൻ പീ പ്ലാന്റിനെയാണ് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്സിന് വേണ്ടി യൂസ് ചെയ്തതെന്നൊരു കാര്യം നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയായിരുന്നു. അത് ജസ്റ്റ് എന്തുകൊണ്ട് അത് ആ പ്ലാന്റിനെ തന്നെ എടുത്തെന്നൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ പീ പ്ലാന്റിന്റെ പ്രത്യേകത അത് നമുക്ക് ഈസിലി ഗ്രോ ചെയ്യാനും പറ്റും, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ വളരെ എളുപ്പം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പീ പ്ലാന്റ്സിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതായത് ഒരു ജനറേഷൻ ഉണ്ടായി, അതിൽ നിന്ന് അടുത്ത ജനറേഷൻ ഉണ്ടായി, അതിനെ ക്രോസ് ഒക്കെ ചെയ്ത് പുതിയ ചെടികൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് എന്താ ഒത്തിരി സമയമൊന്നും വേണ്ടി വരുന്നില്ല, ലൈഫ് സ്പാൻ ഷോർട്ട് ആയതുകൊണ്ട് തന്നെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവര് നാച്ചുറലി സെൽഫ് പോളിനേറ്റിംഗ് ആണ്, അതിനെ ക്രോസ് പോളിനേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് എന്താ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്ക് വേണ്ട റിസൾട്ട് കണ്ടെത്താനായിട്ട് ഗാർഡൻ പീ പ്ലാന്റ്സിലെ എക്സ്പെരിമെന്റ് നടത്തുന്നത് വഴി പറ്റും. പിന്നെ അത് മാത്രമല്ല ഈ ഗാർഡൻ പീ പ്ലാന്റ്സിൽ എന്താ ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ടല്ലേ, ഇത്രയും പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഗാർഡൻ പീ പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ റീസൺസ് എല്ലാം കൊണ്ടാണ് മെൻഡൽ അദ്ദേഹത്തിന്റെ ഇൻഹെറിറ്റൻസിന്റെ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് ഗാർഡൻ പീ അല്ലെങ്കിൽ പിസം സറ്റൈവം എന്ന് പറയുന്ന പ്ലാന്റിനെ തന്നെ യൂസ് ചെയ്തത്. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. സോ നമ്മള് മോണോഹൈബ്രിഡ് ക്രോസിന്റെ കാര്യം
കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡ് പിന്നെ പറഞ്ഞോളൂ ഈ പ്യൂനെറ്റ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഡയഗ്രം ഉണ്ട്. അതെന്തിനാന്ന് വെച്ചാല് നമുക്ക് കിട്ടുന്ന ഈ റിസൾട്ടിനെയൊക്കെ നമ്മളൊരു ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് പ്യൂനെറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. ഇതിവിടെ പറഞ്ഞിട്ടുണ്ട്. A Punnett square used to understand a typical monohybrid cross conducted by Menzel between the true breeding tall plants and true breeding dwarf plants. ഇത് നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് ഇതിപ്പോ ഫിഗർ ഒക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് ജസ്റ്റ് റിസൾട്ട് മാത്രം എഴുതുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ സ്ക്വയർ മാത്രമേ എഴുതുള്ളൂ, ഇതിനകത്തുള്ള ഫിഗർ കാണില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു ഒക്കെ കണ്ട് നമുക്ക് അതിന്റെ ക്യാരക്ടേഴ്സ് ഏതാന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിന് ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ ഫിഗർ ഡയഗ്രത്തിനകത്ത് ഈ പിക്ചർ അല്ലാത്ത ബാക്കി പാർട്ട് മാത്രമായിട്ട് നമ്മൾ എഴുതുന്നതിന് എന്ത് തന്നെ പറയുന്നത്, യൂണിറ്റ് സ്ക്വയർ എന്ന് തന്നെയാ പറയുന്നത്. അത് ഞാനൊന്ന് ഒരെണ്ണം ഗ്രൂപ്പിൽ ഇട്ടേക്കാം കേട്ടോ. എക്സാമിന് നമ്മളോട് പറയും മോണോഹൈബ്രിഡ് ക്രോസ് റെപ്രസെന്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് നമ്മൾ അതിന്റെ F1 ജനറേഷനും ക്രോസിങ്ങും അതെല്ലാം നമ്മൾ എഴുതണം. ഞാൻ നോട്ട് അയച്ചില്ലായിരുന്നു നിങ്ങൾക്ക്, അതിനകത്ത് ഞാൻ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഫിഗർ കണ്ടോ, കാണാൻ പറ്റുന്നല്ലേ? സോ ഇതിനെയാണ് ഒരു പ്യൂനെറ്റ് സ്ക്വയർ അല്ലെങ്കിൽ ഒരു ചെക്കർ ബോർഡ് മോഡൽ എന്നും പറയും. ഇതെന്താ, കാരണം ഇതെല്ലാം നമ്മൾ സ്ക്വയർ ഒക്കെ വരച്ച് എഴുതുന്നതുകൊണ്ടാണ് ചെക്കർ ബോർഡ് മോഡൽ എന്നും പറയുന്നത്. ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഫസ്റ്റ് എന്താ, ഒരു പ്യുവർ ഡോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഉള്ള ഹോമോസൈഗസ് ഡോമിനന്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഹോമോസൈഗസ് റെസിസീവും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഓരോ ഗ്യാമേറ്റ്സ് എടുത്ത് ക്രോസ് ചെയ്തു. അങ്ങനെ ഒരു F1 ജനറേഷൻ ഹെട്രോസൈഗസ് ഡോമിനന്റ് കണ്ടീഷനിലുള്ള T1 കണ്ടീഷനിൽ ഉള്ള ഒരു F1 ജനറേഷനിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി കണ്ടീഷനിലുള്ള ഒരു പ്ലാന്റിനെ കിട്ടി. അതിനെ പിന്നെ എന്ത് ചെയ്തു, സെൽഫ് ബ്രീഡിങ് ചെയ്തു അല്ലെങ്കിൽ ഇൻബ്രീഡിങ് ചെയ്തു. സെൽഫിങ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് 4 ചാൻസസ് ഉണ്ട്. അതില് ക്യാപിറ്റൽ ടി ആണെങ്കിൽ ടോൾ ആയിരിക്കും, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെങ്കിൽ ഹെട്രോസൈഗസ് ടോൾ ആയിരിക്കും, ഹെട്രോസൈഗസ് ഡോമിനന്റ് ആയിരിക്കും, ആൻഡ് സ്മോൾ ടി ആണെങ്കിൽ ഡ്വാർഫ് ആയിരിക്കും. ഇതിൽ തന്നെ ഈ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്യാപിറ്റൽ ടി എന്താ, അതിന്റെ പേരന്റിന്റെ ജീനോടൈപ്പ്, അതായത് പേരന്റിലുള്ള അലീൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ എന്താ, ഇവിടെ രണ്ടും ഒരേ അലീലായതുകൊണ്ട് അതിൽ നിന്ന് ഉണ്ടാവുന്ന ഗ്യാമേറ്റിനും ഏത് അലീല് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ക്യാപിറ്റൽ ടി മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം പേരന്റിൽ ആ ഒരു അലീല് മാത്രമേ ഉള്ളൂ. ഇവിടെ സ്മോൾ ലെറ്റർ ടി ഉള്ള പേരന്റിൽ നിന്ന് ഏത് അലീലായിരിക്കും ഗ്യാമീറ്റിൽ ഉണ്ടാവുന്നത്? യെസ്, അവിടെ സ്മോൾ ടി മാത്രമേ വരുള്ളൂ. അങ്ങനെ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്നത് കൊണ്ടാണ് F1 ജനറേഷനിൽ ഒരു ക്യാപിറ്റൽ ടി ഉണ്ട്, ഒരു സ്മോൾ ടി ഉണ്ട്. നമ്മൾ പറഞ്ഞു 2 പേരന്റ്സിൽ നിന്നും ക്യാരക്ടേഴ്സ് ഇൻഹെറിറ്റ് ചെയ്യും. പിന്നെ ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉള്ള കണ്ടീഷനിലുള്ള ഒരു പ്ലാന്റിൽ നിന്ന് 2 ടൈപ്പ് ഓഫ് ഗ്യാമേറ്റ്സ് ഫോം ചെയ്യാം. കാരണം എന്താ, ഹെട്രോസൈഗസ് കണ്ടീഷൻ അവിടെ ഉള്ളത്. ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് 2 ടൈപ്പ് ഓഫ് ഗ്യാമേറ്റ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ ക്യാപിറ്റൽ ടിയും ഉണ്ടാവാം, സ്മോൾ ടിയും ഉണ്ടാവാം. നമ്മൾ പറഞ്ഞു ഇവിടെ സെൽഫിങ് നടക്കും അല്ലെ. അപ്പൊ ആദ്യത്തെ പ്ലാന്റിൽ ഒരു ക്യാപിറ്റൽ ടി ഒരു സ്മോൾ ടി ഉണ്ട്. അതുപോലെ രണ്ടാമത്തെ പ്ലാന്റിലും എന്താ, ഒരു ക്യാപിറ്റൽ ടി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സ്മോൾ ടി ആയിരിക്കാം. സോ ഈ ഒരു ക്യാപിറ്റൽ ടി പിന്നെ ഫസ്റ്റ് പേരന്റിലെ ക്യാപിറ്റൽ ടിയും സെക്കൻഡ് പ്ലാന്റിലെ ക്യാപിറ്റൽ ടിയും കൂടെ ആണ് നമുക്ക് ഗ്യാമേറ്റ്സ് കിട്ടുന്നെങ്കിൽ അതിൽ നിന്ന് ഫോം ചെയ്യുന്ന എന്തായിരിക്കും, ഹോമോസൈഗസ് ഡോമിനന്റ്, അതായത് 2 ക്യാപിറ്റൽ ടി ഉള്ള കണ്ടീഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. അതേസമയം ഫസ്റ്റ് പേരന്റിൽ നിന്ന് ക്യാപിറ്റൽ ടി തന്നെ, പക്ഷെ സെക്കൻഡ് പേരന്റിൽ നിന്ന് സ്മോൾ ടി ആണെങ്കിലോ അവിടെ ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഡോമിനന്റ് കണ്ടീഷൻ, അതായത് ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടിയും ഉള്ള കണ്ടീഷനിലായിരിക്കും അവിടെ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഒരു പേരന്റിൽ നിന്നും സ്മോൾ ടിയും മറ്റൊരു പേരന്റിൽ നിന്നും സ്മോൾ ടിയും തന്നെ വരികയാണെങ്കിൽ അവിടെ ഡ്വാർഫ് എന്ന കണ്ടീഷൻ, അതായത് സ്മോൾ ടി എന്ന് പറയുന്ന കണ്ടീഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇതിനെല്ലാം നമ്മളൊരു ഡയഗ്രാം ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫിഗർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ആയിരുന്നു നമ്മൾ പറഞ്ഞ പ്യൂനെറ്റ് സ്ക്വയർ അല്ലെങ്കിൽ ചെക്കർ ബോർഡ് മോഡൽ എന്ന് പറയുന്നത്. ഇത് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഫീനോട്ടിപ്പിക് റേഷ്യോ ഓഫ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്തായിരുന്നു? 3:1. യെസ്, കറക്റ്റ്. ജീനോട്ടിപ്പിക് റേഷ്യോയോ? 2:1. യെസ്, അത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോണോ ഹൈബ്രിഡിനും പഠിക്കാനുണ്ട്, നമുക്ക് അതുപോലെ തന്നെ ഡൈ ഹൈബ്രിഡ് ക്രോസിന്റെ കാര്യത്തിലും ജീനോട്ടിപ്പിക്കും ഫിനോട്ടിപ്പിക് റേഷ്യോയും പഠിക്കാനുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ ഏത് ക്യാരക്ടർ ചോദിച്ചാലും ഈ 2 റേഷ്യോസ് എന്താ സെയിം തന്നെയായിരിക്കും. അതുകൊണ്ട് ഒരെണ്ണം കാണാണ്ട് പഠിച്ചാൽ മതി. ലൈക്ക് ഒരു പ്രാവശ്യം കാണാണ്ട് പഠിച്ചാൽ നമുക്ക് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ പറയാൻ പറ്റും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ അല്ലെ?
ഓക്കെ ചേച്ചി, കുഴപ്പമില്ല. ഓക്കെ, പിന്നെ അവർ പറഞ്ഞിട്ടുള്ളത് ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ്. അതായത് നമുക്ക് ഗ്യാമീറ്റ്സിന്റെ ഫ്രീക്വൻസിനെ ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. ഈ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ഓർക്കുന്നുണ്ടോ? കറക്റ്റ്, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പൊ അതിന് നമ്മള് ഗ്യാമീറ്റ്സിന്റെ ഫോമിൽ എഴുതും. അതായത് ഹാഫ് ടി, അതായത് ഡോമിനന്റ് കണ്ടീഷനുള്ള അലീലും റിസസീവ് കണ്ടീഷനുള്ള അലീലും നമ്മൾ ഹാഫ് വെച്ച് എടുത്തിട്ട് ഒരു ബൈനോമിയൽ ഇക്വേഷൻ ഉണ്ടാക്കും. അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ F2 ജനറേഷന്റെ റിസൾട്ടിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നോക്കിയാല് 1/4 tt, അതായത് 1/4 എന്ന് വെച്ചാൽ എന്താ? നമുക്കിപ്പം 4 ചെടികൾ ഉണ്ടെങ്കിലും ഓക്കെ, ഇപ്പൊ 4 പ്ലാന്റ്സ് ഉണ്ടായതിൽ ഒരെണ്ണം എന്തായിരിക്കും? ക്യാപിറ്റൽ ടി ആയിരിക്കും. അതാണ് 1/4 ഓഫ് tt എന്ന് പറയുന്നത്. പിന്നെ 1/2 ക്യാപിറ്റൽ ടി സ്മോൾ ടി, അതായത് 4-ല് 1/2 എന്ന് വെച്ചാൽ നമുക്ക് ഇക്വലന്റ് ഫ്രാക്ഷൻ എഴുതുമ്പോൾ എന്ത് എഴുതാൻ പറ്റും? 2/4 എന്ന് എഴുതാൻ പറ്റില്ലേ? എന്ന് പറയുന്നത് 2/4 തന്നെയാണ്. 1/2 എന്ന് പറയുന്നത് 2/4 തന്നെയാണ്. സോ 4 ചെടികൾ ഉണ്ടെങ്കിൽ അതില് രണ്ടെണ്ണം എന്തായിരിക്കും? അതിൽ രണ്ടെണ്ണം ഹെട്രോസൈഗസ് ഡോമിനന്റ്, അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരിക്കും. പിന്നെ മിച്ചമുള്ളത് എത്രയാ? 2 + 1 3 കഴിഞ്ഞു. ഇനി ഒരു ഒരെണ്ണം കൂടെ മിച്ചമുള്ളൂ. സോ അത് ഒരു ഹോമോസൈഗസ് റിസസീവ് കണ്ടീഷനിലും ആയിരിക്കും. നമുക്ക് ബൈനോമിയൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിനെയാണ് ബൈനോമിയൽ ഇക്വേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ബൈനോമിയൽ എക്സ്പ്രഷൻ വെച്ച് നമുക്ക് ഇതിന്റെ റിസൾട്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇത് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ. ആ പുന്നറ്റ് സ്ക്വയർ ഭയങ്കര ഇമ്പോർട്ടന്റ്, അത് മിക്ക പ്രാവശ്യവും നമുക്ക് എഴുതാൻ പറയും. ഓക്കെ അല്ലേ ഇത്? നമ്മൾ ആദ്യം പറഞ്ഞത് എന്താ? മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ കാര്യം. ഇനി നമുക്ക് പറയാനുള്ളത് വേറെ കുറച്ച് ടൈപ്പ് ഓഫ് ക്രോസ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് ടെസ്റ്റ് ക്രോസ്. സോ ഒരു ടോൾ പ്ലാന്റ്, F2 ജനറേഷനിലെ ടോൾ പ്ലാന്റിനെ ഒരു ഡ്വാർഫ് പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്തതിനെയാണ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയാ. അതായത് നമുക്കൊരു പ്ലാന്റ് ഉണ്ട്, പക്ഷെ അതിന്റെ ജീനോടൈപ്പ് നമുക്ക് അറിയത്തില്ല. അതായത് അതൊരു ഡോമിനന്റ് പ്ലാന്റ്. അപ്പൊ ഡോമിനന്റ് ജീനോടൈപ്പ് അറിയില്ല എന്ന് പറയുന്ന സമയത്ത് എന്താ? റിസസീവ് കണ്ടീഷൻ, ഡ്വാർഫ് ആയിട്ടുള്ള കണ്ടീഷനാണ് എന്താ? നമുക്ക് ഒബ്വിയസ്ലി കണ്ടുപിടിക്കാൻ പറ്റും. കാരണം 2 ജീൻസും ഹോമോസൈഗസ് റിസസീവ് കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ എന്തായിരിക്കുള്ളൂ? ആ പ്ലാന്റ് റിസസീവ് ക്യാരക്ടർ കാണിക്കുള്ളൂ, അത് ഉറപ്പാ. അപ്പൊ റിസീവ് ആയിട്ടുള്ള ഡ്വാർഫ് ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് കണ്ണും കൂട്ടി എന്ത് എഴുതാൻ പറ്റും? സ്മോൾ ടി എഴുതാൻ പറ്റും. ഇപ്പൊ അതിന്റെ ഫ്ലവർ എന്താ? വൈറ്റ് കളർ ഫ്ലവർ ആണെങ്കിൽ അതെന്താ? അത് റിസസീവ് കണ്ടീഷൻ ആയിരിക്കും. നമുക്ക് എന്താ അതിന്റെ ഇപ്പോ സ്മോൾ വി ആണെന്ന് എഴുതാൻ പറ്റും. കാരണം ക്യാപിറ്റൽ വയലറ്റ് ആണല്ലോ അവിടുത്തെ കളർ, ഡോമിനന്റ് കളർ. അപ്പൊ നമ്മൾ റിസീവ് എഴുതുമ്പോൾ എന്തായിരിക്കും? സ്മോൾ വി വേണം എഴുതാൻ. അപ്പൊ സ്മോൾ വി നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ ഡോമിനന്റ് കേസിൽ എന്താ പ്രശ്നം? ഡോമിനന്റിന്റെ കേസിൽ നമുക്ക് ഹോമോസൈഗസ് ആവാനുള്ള ചാൻസും ഉണ്ട്, അതേപോലെ തന്നെ ഹെട്രോസൈഗസ് ആവാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് അതിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ ഫീനോടൈപ്പ് കൊണ്ട് നമുക്ക് അതിന്റെ ജീനോടൈപ്പ് ഏതാന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ നമ്മൾ ചെയ്യുന്ന ഒരു ക്രോസ് ആണ് ടെസ്റ്റ് ക്രോസ്. ആ ടെസ്റ്റ് ക്രോസിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ അത് നിന്ന് നമുക്ക് അറിയില്ലാത്ത ഫീനോടൈപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഹോമോസൈഗസ് പ്ലാന്റ് ആണോ ഹെട്രോസൈഗസ് പ്ലാന്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ ചെയ്യുന്ന ഒരു ക്രോസ് ആണ് ടെസ്റ്റ് ക്രോസ്. അത് ചെയ്യുന്നത് ഏത് പ്ലാന്റിലായിരിക്കും? ഡോമിനന്റ് ആയിട്ടുള്ള പ്ലാന്റിനെ ആയിരിക്കും. അതായത് അവിടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ അറിയില്ലാത്ത ജീനോടൈപ്പ് ഉള്ള ഒരു പ്ലാന്റ് ഉണ്ട്. സോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെന്ന് വെച്ചോ. ആ ഒരു പ്ലാന്റിനെ ഒരു ഹോമോസൈഗസ് റിസസീവ് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ക്രോസ് ചെയ്യും. അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിട്ടുള്ള ഒരു ഇത് അൺനോൺ ആണ്, ഇത് ഏതാ നമുക്ക് അറിയത്തില്ല, ജസ്റ്റ് ടോൾ ആണെന്ന് മാത്രമേ അറിയുള്ളൂ. അതിന് നമ്മളൊരു റിസസീവ് ഹോമോസൈഗസ് റിസസീവ് ആയിട്ട്, അതായത് സ്മോൾ ടി ആയിട്ട് നമ്മൾ ക്രോസ് ചെയ്തു. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അതിന്റെ F1 ജനറേഷനിൽ എന്തൊക്കെ കിട്ടാം? കാരണം ഇവിടെ ഈ നമ്മളിപ്പം അൺനോൺ ആയിട്ട് വെച്ചിരിക്കുന്നതിൽ നിന്ന് ഏതൊക്കെ ഗ്യാമീറ്റ്സ് ആയിരിക്കാം ഫോം ചെയ്യുന്നത്? ക്യാപിറ്റൽ ടി സ്മോൾ ടി. പറയാവോ? ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടിയിൽ നിന്ന് ഏത് ഗ്യാമീറ്റ്സ് ആയിരിക്കും ഫോം ചെയ്യുക? രണ്ടും ആദ്യത്തേന്ന് രണ്ടെണ്ണം വരത്തില്ലേ? ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും വരത്തില്ലേ? കറക്റ്റ്. ആദ്യത്തെ
ഗാമീറ്റിൽ നിന്ന് 2 ഗാമീറ്റ്സ് ഫോം ചെയ്യും അല്ലെ? കാരണം എന്താ, അതിനകത്ത് 2 അലീൽസ് ഉണ്ട്. അതുകൊണ്ട് 2 ഗാമീറ്റ്സ് അതിൽ നിന്ന് ഫോം ചെയ്യും. ക്യാപിറ്റൽ ടിയും ഫോം ചെയ്യും, സ്മോൾ ടിയും ഫോം ചെയ്യും. പക്ഷെ നമ്മുടെ ടെസ്റ്റ് ക്രോസിന് നമ്മളായിട്ട് കൊടുത്ത ഹോമോസൈഗസ് റിസസീവിലോ അതിൽ നിന്ന് ഒരു ക്യാരക്ടർ ഉള്ള ഒരു അലീല് മാത്രമേ വരുള്ളൂ. കാരണം സ്മോൾ ടി 2 അതുകൊണ്ട് ഒരു സ്മോൾ ടിയുടെ ഗാമീറ്റ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുക. സോ ഇത് തമ്മിൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഈ ഫസ്റ്റ് പേരന്റിലെ ക്യാപിറ്റൽ ടിയും സെക്കൻഡ് പേരന്റിൽ നിന്നുള്ള സ്മോൾ ടിയും കൂടെ ക്രോസ് ചെയ്തൊരു ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ടാവാം. അല്ലെങ്കിൽ ഈ ഫസ്റ്റ് പേരന്റിലെ സ്മോൾ ടിയും നമ്മളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പേരന്റിൽ നിന്നൊരു സ്മോൾ ടിയും കൂടെ കൂടി ഒരു 2 സ്മോൾ ടി ഉള്ള ഒരു ക്യാരക്ടർ ഫോം ചെയ്യാം. സോ ഈ ടെസ്റ്റ് റോസിന്റെ റിസൾട്ടിൽ നിന്നാണ് നമ്മൾ ഇതിന്റെ പേരന്റിന്റെ ടൈപ്പിനെ കണ്ടുപിടിക്കുന്നത്. ഇതിപ്പോ ഇവിടെ നമുക്ക് അറിയായിരുന്നു ഏത് ക്യാരക്ടറാണ് വരുന്നതെന്ന്. അതുകൊണ്ടാണ് നമുക്കിത് പുറകോട്ട് ചെയ്ത് നോക്കേണ്ടി വരാത്തത്. സോ ഇവിടെ ഇപ്പൊ ഇവിടെ ഒരു ദ്വാഫും ഉണ്ട്, ഒരു ടോളും ഉണ്ട്. ഇതെന്താ, ഈ സ്മോൾ ടി ഡ്വാഫ് ആയിരിക്കും, ക്യാപിറ്റൽ ടി സ്മോൾ ടി ടോളും ആയിരിക്കും. സോ ഇവിടെ ഒരു ടോളും ഒരു ഡ്വാഫും ഉണ്ടായതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡ്വാഫിന്റെ റിസസീവ് ആയിട്ടുള്ള ഒരു അലീൽ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ പേരന്റ് അറിയില്ലാത്ത അൺനോൺ ആയിട്ടുള്ള ഡോമിനന്റ് പേരന്റ് ഏതായിരുന്നു, അതൊരു ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഡോമിനന്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഇനിയിപ്പോ നമ്മൾ ജസ്റ്റ് ക്യാരക്ടർ മാത്രം എടുത്തു, ടോളുന്ന ക്യാരക്ടർ മാത്രം എടുത്തു, അതിൽ നിന്ന് നമ്മൾ ടെസ്റ്റ് ക്രോസ് ചെയ്യുക. ടെസ്റ്റ് ക്രോസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എന്തിനായിരിക്കും ക്രോസ് ചെയ്യുന്നത്, ഒരു ഹോമോസൈഗസ് റിസീവ് ആയിട്ടുള്ള പേരന്റുമായിട്ട് വേണം നമ്മൾ എപ്പോഴും ടെസ്റ്റ് ക്രോസ് നടത്താൻ. സ്മോൾ ടി തന്നെ ആയിരിക്കും ഇവിടെയും വരുന്നത്. സോ ഇത് അൺനോൺ ആണ്, ഇത് ടോൾ ആണെന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ, ഇതിന്റെ ഗാമീറ്റ്സ് ഏതൊന്നും അറിയില്ല. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് റിസൾട്ട് എന്ത് കിട്ടിയെന്ന് വിചാരിക്കുക. ഇതിൽ നിന്ന് നമുക്ക് ചെയ്തപ്പോ കിട്ടിയതെല്ലാം ടോളാ, ഒരു ഡ്വാഫ് പോലും കിട്ടിയില്ല. അതിന്റെ അർത്ഥം എന്താ, അങ്ങനെ വരുന്നത് എന്താന്ന് വെച്ചാല് ഇവിടെ ഉള്ളതെല്ലാം ഡോമിനന്റ് ആയിട്ടുള്ള ജീന. അതായത് ഇവിടെ എന്ന് വെച്ചാൽ ഒരു റിസസീവ് ക്യാരക്ടർ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഒരു ഡ്വാഫ് എങ്കിലും ഉണ്ടായത്. കാരണം അതിന്റെ ക്യാരക്ടർ ആയിരിക്കും ഈ ഗാമീറ്റിന് വരുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ രണ്ടും ടോളിന്റെ അലീല, അതായത് ഡോമിനന്റ് ആയിട്ടുള്ള ടോൾനെസിന്റെ അലീലാണ് വരുന്നത്. അതുകൊണ്ട് അടുത്ത ജനറേഷനുള്ള പ്ലാന്റ്സ് എല്ലാം ഡോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും. ഒന്നല്ലെങ്കിൽ ഹോമോസൈഗസ് ആയിരിക്കാം, വന്നിരിക്കുന്ന റിസൾട്ടിലെ എല്ലാം എന്തായിരിക്കും, ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഡോമിനന്റ് ആയിരിക്കും. കാരണം പേരന്റിലുള്ളത് ഒരു ക്യാപിറ്റൽ ടിയും ഗാമീറ്റിലുണ്ടാകും. അതുപോലെ തന്നെ സെക്കൻഡ് പേരന്റിൽ അതിൽ നിന്ന് ഒരു സ്മോൾ ടിയും ഗാമീറ്റ് ഉണ്ടാവും. ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ ടി സ്മോൾ ടി അത് ടോള് തന്നെയാ. പക്ഷെ അവിടെ ഒരു ഹെട്രോസൈഗസ് ആയിട്ടുള്ള ടോൾ ആയിരിക്കും ഫോം ചെയ്യുന്നത്. സോ കിട്ടിയിരിക്കുന്ന റിസൾട്ടിലുള്ള പ്ലാന്റ്സ് എല്ലാം ടോള് തന്നെ ആയിരിക്കും. സോ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിലെ പേരന്റിലെ അൺനോൺ ആയിട്ടുണ്ടായിരുന്നത് ക്യാപിറ്റൽ ടി തന്നെ ആയിരുന്നു എന്ന്. മനസ്സിലായോ അത്? അല്ലേ ചേച്ചി, ഇതിന്റെ സെക്കൻഡ് ജനറേഷൻ F2 സെൽഫിംഗ് നടത്തിയാൽ നമുക്ക് മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ പോലെ ബാക്കിയൊക്കെ ചെയ്ത് അതിങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അല്ലേ ചേച്ചി, അപ്പൊ ഈ ഫസ്റ്റ് ജനറേഷനില്ലേ നമുക്ക് എത്ര എണ്ണം വരെ ഇങ്ങനെ ചെയ്യാൻ പറ്റും, എത്ര പ്രോഡക്റ്റ് വരെ കിട്ടും? അതെന്താന്ന് വെച്ചാല് നമുക്ക് ചെയ്യുന്ന അലീൽസിന്റെ അനുസരിച്ചിരിക്കും കൊച്ചു. കാരണം ഇപ്പൊ നമ്മളിവിടെ ഓരോ ഗാമീറ്റ് മാത്രമേ, രണ്ടിനും ഓരോ ഗാമീറ്റ് മാത്രം ഉള്ളെങ്കിൽ അത് തമ്മിൽ ഒറ്റ ക്രോസ് അല്ലേ ഉണ്ടാവുള്ളൂ, ഒരു കോമ്പിനേഷൻ അല്ലേ ഉണ്ടാവുള്ളൂ. അതായത് ഇവിടെ ഒരു ക്യാപിറ്റൽ ടി ഉണ്ട്, ഇവിടെ ഒരു സ്മോൾ ടി ഉണ്ട്. അതിൽ നിന്നുണ്ടാവുന്ന ഗാമീറ്റ് ഏതായിരിക്കും, ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ആയിരിക്കും. അതിനെ വേണേൽ നമുക്ക് 4 പ്ലാന്റ്സ് ആക്കാം, അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾസ് ആക്കാം. പക്ഷെ സ്റ്റിൽ അവരുടെ ക്യാരക്ടർ എന്ത് തന്നെയായിരിക്കും, ക്യാപിറ്റൽ ടി സ്മോൾ ടി തന്നെ ആയിരിക്കും. കൊച്ചുദ്ദേശിച്ചത് എത്ര പ്ലാന്റ്സിന്റെ നമ്പർ കിട്ടുന്നതാണോ അതോ അതിന്റെ ക്യാരക്ടറിന്റെ ഡിഫറൻസിന്റെ കാര്യമാണോ? ഞാൻ എത്ര എണ്ണം കിട്ടുന്ന ഇപ്പം ഇതിനകത്ത് ഇപ്പൊ തന്നെ ഒരു ക്യാപിറ്റൽ ടി ഒരു സ്മോൾ ടി എടുക്കുമ്പോൾ 4 എണ്ണം കിട്ടുന്നില്ല ഇതിനകത്ത്, അതോ ഒരു 2 ക്യാപിറ്റൽ ടി 2 സ്മോൾ ടി ആണ് എടുത്തേ? ഇപ്പൊ ചേച്ചി ആദ്യം എടുത്ത ഫിഗർ തന്നെ. ഇതിനകത്തെന്ന് വെച്ചാൽ അത് ഗാമീറ്റിന്റെ നമ്പർ അനുസരിച്ചിരിക്കും. കാരണം ഇവിടെ എന്ന് വെച്ചാൽ ഒരു ക്യാപിറ്റൽ ടി ഉണ്ട്, ഇവിടുത്തെ സ്മോൾ ടിയും കൂടെ ഫ്യൂസ് ചെയ്ത് ഒരെണ്ണം ഉണ്ടായി, ഇതൊരെണ്ണേ. പിന്നെ ഇവിടെ ഉള്ള സെക്കൻഡ് ഗാമീറ്റ് സ്മോൾ ടിയാ. അത് ഈ 2 സ്മോൾ ടിയുമായിട്ട് ഫ്യൂസ് ചെയ്താലും സ്മോൾ ടി തന്നെയല്ലേ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മളത് റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നില്ലെന്നേ ഉള്ളൂ. കാരണം ഇവിടെ നിന്ന് 2 ഒരേ ഗാമീറ്റ് ആയതുകൊണ്ട് ഒരെണ്ണം മാത്രം നമ്മളങ്ങ് ചൂസ് ചെയ്യുന്നേ ഉള്ളൂ. കാരണം നമുക്കിപ്പം എഴുതുന്ന സമയത്ത് എല്ലാം എഴുതുവാണെങ്കിൽ നമ്മളിപ്പം 1:2 റേഷ്യോ ഒക്കെ പറഞ്ഞു പോയല്ലേ.
അതുപോലെ നമ്പറിൽ വ്യത്യാസം വരുന്നേ ഉള്ളൂ. ഓ സാധനം സെയിം തന്നെ ആയിരിക്കും അല്ലേ? എന്തോ അല്ല സാധനം സെയിം തന്നെ ആയിരിക്കുമല്ലേ എന്ന്? സെയിം തന്നെ ആയിരിക്കും. അതായത് നമ്മളിപ്പം ഒരു പ്ലാന്റിന്റെ ഇതിന്റെ ശരിക്കും നമ്മൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് റേഷ്യോ ഇപ്പൊ നമുക്ക് ശരിക്കും 3:1 എന്നുള്ള റേഷ്യോ കിട്ടിയല്ലോ. അത് 4 പ്ലാന്റ് എടുക്കുവാണെങ്കിൽ അതിൽ 3 എണ്ണം ടോളും 1 എണ്ണം ഡ്വാഫും ആയിരിക്കും. അതേസമയം നമ്മളിപ്പോ 16 പ്ലാന്റ് എടുക്കുന്നതെന്ന് വെച്ചോ 12 എണ്ണം ടോളും 4 എണ്ണം ഡ്വാഫും. അതായത് നമ്മളൊരു സിംപ്ലിഫൈ ചെയ്ത ഫോം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ശരിക്കും അതിന്റെ നമ്പറിലെ വ്യത്യാസം ചിലപ്പോൾ ആ ഒരു പാറ്റേണിൽ തന്നെ അത് വലിയ നമ്പേഴ്സ് ആയിരിക്കാം, ചെറിയ നമ്പേഴ്സ് ആയിരിക്കാം, അങ്ങനെ വ്യത്യാസം വരും കേട്ടോ. ഓക്കെ. അപ്പൊ ടെസ്റ്റ് ക്രോസ് എന്തിനായിരുന്നു നമ്മൾ യൂസ് ചെയ്യുന്നത്? അൺനോൺ ആയിട്ടുള്ള ഡോമിനന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്രോസിംഗ് മെത്തേഡ് ആണ് ടെസ്റ്റ് ക്രോസ്. പേര് തന്നെ ഉണ്ടല്ലോ, നമ്മൾ ഏതാന്ന് അറിയില്ലാത്തതിനെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്രോസ് ആണ് ടെസ്റ്റ് ക്രോസ്. ഇതിന്റെ നോട്ട് ഞാൻ തരാം കേട്ടോ. ടെക്സ്റ്റിൽ കുറച്ച് സോ ജീനോടൈപ്പും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടെസ്റ്റ് ക്രോസ്. അതിന്റെ പ്രോജനീസിന്റെ ജീനോടൈപ്പ്, നമുക്ക് പേരൻസിന്റെ ജീനോടൈപ്പ് ഏതാണെന്ന് അറിയുവാണെങ്കിൽ പ്രോജനീസിന്റെ ജീനോടൈപ്പ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. സോ അതൊക്കെ മനസ്സിലാക്കാനായിട്ട് ടെസ്റ്റ് ക്രോസിനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട കാര്യം എന്താ, ടെസ്റ്റ് ക്രോസിൽ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു ഹോമോസൈഗസ് റിസസീവിനെ ആയിരിക്കും. അതായത് അപ്പുറത്തുള്ളത് എന്തായാലും ഹെട്രോസൈഗസ് അല്ലെങ്കിൽ ഹോമോസൈഗസ് ഡോമിനന്റ് ആണ്. ഹെട്രോസൈഗസ് ആണോ ഹോമോസൈഗസ് ആണോ എന്ന് നമുക്ക് അറിയില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് ക്രോസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ ആ പേരന്റ് ഏതായിരിക്കും? അത് എപ്പോഴും ഹോമോസൈഗസ് റിസസീവ്, അതായത് 2 സ്മോൾ ലെറ്റർ ആയിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കണേ. അത് ഇമ്പോർട്ടന്റ്. കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വേറൊരു കാര്യം പറയണം, ബാക്ക് ക്രോസ് എന്ന് പറയുന്ന ഒരു സംഭവം. സോ അത് രണ്ടും തമ്മിൽ മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രത്യേകം ഓർത്ത് വെക്കാൻ. ഓക്കെ അല്ലേ? ചേച്ചി ടെസ്റ്റ് ക്രോസിന്റെ ഒക്കെ എങ്ങനെ ക്വസ്റ്റ്യൻ വരിക? എങ്ങനെ അത് കണ്ടുപിടിക്കാൻ ചോദിക്കുമോ? ചിലപ്പോൾ ഡിഫൈൻ ടെസ്റ്റ് ക്രോസ് മാത്രം പറഞ്ഞ് ചോദിക്കാം. അന്നേരം എന്താ, നമ്മൾ ടെസ്റ്റ് ക്രോസ് എന്താ, അതിന്റെ യൂസ് എന്താന്നൊക്കെ പറയാ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ അതിന്റെ ചെറിയൊരു എക്സാമ്പിൾ പോലെ ക്രോസ് ചെയ്തൊന്ന് വെച്ചാൽ മതി. ഞാൻ നോട്ട് തരാവേ അതിന്റെ. അതല്ലെങ്കിൽ ചിലപ്പം ഒരു പ്ലാൻ ഇപ്പം അവര് പറയും ഒരു ഡോമിനന്റ് പ്ലാന്റ് ഉണ്ട്, അത് ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ എന്ന് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ നമ്മളോട് പറയും. അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഏത് ടെസ്റ്റ് യൂസ് ചെയ്യണം അങ്ങനെയൊക്കെ പറയാറുണ്ട്. മെയിൻലി ജസ്റ്റ് ഡിഫൈൻ ചെയ്യാനായിട്ടാണ് കണ്ടിട്ടുള്ളത്. ടെസ്റ്റ് ക്രോസ് എന്താന്ന് ചോദിക്കാറാണ് പതിവ്. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ ആദ്യം പഠിച്ചില്ല 3:1 റേഷ്യോ വരുന്ന ഈ ഒരു പാർട്ട്, ഇതിന്റെ ക്രോസിംഗ് ആണ് മിക്ക സമയത്തും ചോദിക്കാറുള്ളത്. മോണോഹൈബ്രിഡ് ക്രോസിന്റെ കാര്യം എപ്പോഴും ചോദിക്കും, ജീനോട്ടിപ്പിക് റേഷ്യോ ഫിനോട്ടിപ്പിക് റേഷ്യോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡൈഹൈബ്രിഡ് ക്രോസിന്റെ കാര്യം ചോദിക്കും. ഈ ടെസ്റ്റ് ക്രോസും ബാക്ക് ക്രോസും അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ജസ്റ്റ് അറിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ തുടങ്ങിയപ്പോ നമ്മൾ എന്തോ അറിഞ്ഞിരുന്നു, നമുക്ക് മെന്റലിന്റെ 3 ലോസിന്റെ കാര്യം പഠിക്കാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു അല്ലെ. അതിൽ ആദ്യത്തെ ലോ ആണ് നമുക്കിനി പഠിക്കാനുള്ളത്. സോ ലോ ഓഫ് ഡോമിനൻസിൽ മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കിപ്പോ എന്താ, നമുക്ക് അറിയാൻ പറ്റും ഇതിനകത്ത് ഈ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ, അതായത് അലീൽസിന്റെയും ജീൻസിന്റെ കാര്യമൊക്കെ നമുക്ക് അറിയാം. പക്ഷെ ഈ മെന്റലി ഒരു ഡിസ്കവറി നടത്തുന്ന സമയത്ത് ഇതിനെ കുറിച്ചൊന്നും ആർക്കും വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ അതിനെ കുറച്ചും കൂടി വേറൊരു രീതിയിലായിരിക്കും പഠിക്കേണ്ടത്. സോ ആദ്യം പറഞ്ഞിരിക്കുന്നത് ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് കോൾഡ് ഫാക്ടേഴ്സ്. സോ ഈ ഫാക്ടേഴ്സ് ആണ് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മളിപ്പോ പറഞ്ഞ ആരാണ് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്? അലീൽസ് ആണല്ലേ. അലീൽസ് ആണ് ഓരോ ക്യാരക്ടറിനും, അലീല് പെയറായിട്ട് വരുന്ന ജീന് ഫോം ചെയ്യും, അങ്ങനെ അവരാണ് ഓരോ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ അതിന് അദ്ദേഹം പണ്ട് പറഞ്ഞിരുന്ന ഒരു ടേം ആയിരുന്നു ഫാക്ടേഴ്സ്. പിന്നെ രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് ഫാക്ടേഴ്സ് ഒക്വർ ഇൻ പെയർ. നമുക്കറിയാം അലീൽസ് എങ്ങനെയാ, അലീൽസ് എപ്പോഴും പെയർ ആയിട്ടല്ലേ കാണുന്നത്. ഒരു ജീനി തന്നെ 2 അലീൽസ് വന്നാൽ അതിപ്പോ ഹോമോസൈഗസ് ആണെങ്കിലും ഹെട്രോസൈഗസ് ആണെങ്കിലും ഡോമിനന്റ് ആണെങ്കിലും റിസസീവ് ആണെങ്കിലും ഒക്കെ എന്താ, 2 അലീൽസ് ഒരുമിച്ച് വന്നാൽ മാത്രമേ ഒരു ജീനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫാക്ടേഴ്സ് ഒക്വർ ഇൻ പെയർസ്. പിന്നെ മൂന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇൻ എ ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടർ one member of the pair dominates the other. അതായത്
ഡിസിമിലർ പെയർ എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താ? ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ? കറക്റ്റ്. ഹെട്രോസൈഗസ് കണ്ടീഷനാണ് ഡിസിമിലർ പെയർ എന്ന് പറയുക. സോ ഡിസിമിലർ പെയറിൽ എപ്പോഴും എന്തായിരിക്കും? അതിൽ ഒരാൾ ഡോമിനന്റും ആയിരിക്കും, മറ്റേ ആള് റിസീവ് ആയിരിക്കും. നമുക്കറിയാവുന്ന കാര്യം അല്ലെ? സോ ഇത് ആദ്യമായിട്ട് മെന്റൽ കണ്ടുപിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിട്ടുള്ളത്. ആദ്യം പറഞ്ഞ എന്താ? ഫാക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഫാക്ടേഴ്സ് ആണ് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. 2 ഫാക്ടേഴ്സ് പെയർ ആയിട്ടാ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് മൂന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താ? ഡിസിമിലർ പെയർ അല്ലെങ്കിൽ ഒരു ഹെട്രോസൈഗസ് പെയറിൽ ഒരു പെയർ ഡോമിനന്റും അതർ പെയർ വിൽ ബി റിസസീവ്. ഈ കാര്യങ്ങളാണ് ലോ ഓഫ് ഡോമിനൻസിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ the law of dominance is used to explain the expression of only one of the parental characters in a monohybrid cross in F1 and the expression of both in F2. It also explains the proportion 3:1 obtained as F2. So നമ്മൾ നേരത്തെ മോണോഹൈബ്രിഡ് ക്രോസ് പറഞ്ഞ സമയത്ത് എന്തൊക്കെ പറഞ്ഞു? അതിൽ F1 ജനറേഷനിൽ ഒരു ക്യാരക്ടർ മാത്രമേ ഷോ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ F2 ജനറേഷനിൽ 3:1 എന്ന് പറയുന്ന ഒരു റേഷ്യോയിലാണ് അതിന്റെ ഫീനോടൈപ്പ് കാണുന്നതെന്നും പറഞ്ഞു. സോ ഇതിനൊക്കെ റീസൺ ആയിട്ട്, ഇതിനൊക്കെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ലോയാണ് ലോ ഓഫ് ഡോമിനൻസ് എന്നുള്ള കാര്യം. അതാണ് നമ്മുടെ ഫസ്റ്റ് ലോ. പിന്നെ വേറെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ, നമുക്കിപ്പം വെറുതെ ഇതിപ്പോ ജസ്റ്റ് പോയിന്റ് ആയിട്ടല്ല, ഇതൊരു എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ one of the allele is dominant and expressed in phenotype in case of heterozygote. അതായത് ഡോമിനന്റും റിസീവിന്റെയും കാര്യം പറയാ, പിന്നെ ഫാക്ടേഴ്സ് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാന്നുള്ള കാര്യം കൂടെ പറഞ്ഞാൽ മതി. പിന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് മോണോഹൈബ്രിഡ് ക്രോസിന്റെ F1 ജനറേഷനും F2 ജനറേഷനും എക്സാമ്പിളും കൂടെ എഴുതിയാൽ മതി ലോ ഓഫ് ഡോമിനൻസിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ട്. ആൻഡ് സെക്കൻഡ് ലോ, രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ള ലോ ആണ് ലോ ഓഫ് സെഗ്രിഗേഷൻ. ഈ ലോ ഓഫ് സെഗ്രിഗേഷൻ തന്നെ വേറൊരു പേരും കൂടെ ഉണ്ട്, പ്യൂരിറ്റി ഓഫ് ഗ്യാമേറ്റ്സ്. ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗ്യാമേറ്റ്സ് എന്ന് അറിയപ്പെടുന്നതും ഏത് തന്നെയാ? ലോ ഓഫ് സെഗ്രിഗേഷൻ തന്നെയാ. സെഗ്രിഗേഷൻ എന്ന് വെച്ചാൽ എന്താ? നമുക്കറിയാം, രണ്ടായിട്ട് തിരിക്കുക അല്ലെങ്കിൽ തരംതിരിക്കുക, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക, അങ്ങനെയൊക്കെയല്ലേ സെഗ്രിഗേഷന്റെ അർത്ഥം. സോ this law is based on the fact that the alleles do not show any blending and both the characters are covered as such in the F2 generation, though one of this is not seen as the F1 stage. ഈ ലോ സെഗ്രിഗേഷനിൽ നമ്മൾ ഇപ്പൊ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, 2 ഗ്യാമേറ്റ്സ്, അതായത് ഒരു പേരന്റിലെ 2 ട്രേറ്റ്സ് സെപ്പറേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് അവർ തമ്മിൽ ഇന്റർമിക്സിംഗ് ഒന്നും ഉണ്ടാവില്ല. അതായത് ഇപ്പം ഒരു ടോളും ഉണ്ട്, ഒരു ഡ്വാഫിന്റെ സ്മോൾ ടി ഉണ്ടെന്ന് വിചാരിച്ചോ. ഇവര് തമ്മിൽ ഒരു പേരന്റിൽ എങ്ങനെയായിരിക്കും? ഇവർ രണ്ടും ഒരുമിച്ച് ഒരു ഒറ്റ ജീനായിട്ടായിരിക്കും അല്ലെ ഇരിക്കുന്നത്. പിന്നെ ഗ്യാമേറ്റ് ആവുന്ന സമയത്ത് എന്ത് പറ്റണം? ഇത് രണ്ടും ഡിവൈഡ് ആയി 2 അലീൽസ് ആയിട്ട് മാറണം. അങ്ങനെ മാറുന്ന സമയത്ത് രണ്ടും ഡിഫറെന്റ് ആയിരിക്കും, അതായത് 2 ഇന്റർമിക്സ് ഒന്നും ചെയ്യുന്നില്ല, ബ്ലെൻഡ് ഒന്നും ചെയ്യുന്നില്ല. സോ ഇപ്പൊ ക്യാപിറ്റൽ ടി ആണെങ്കിൽ അത് ടോളിനെ തന്നെയായിരിക്കും കാണിക്കുന്നത്, സ്മോൾ ടി ആണെങ്കിൽ അത് ഡ്വാഫ്നെസിനെ തന്നെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അവർ തമ്മിൽ ഇപ്പം കുറച്ച് ടോൾനെസ് കാണിക്കും, അതിന്റെ ഒപ്പം കുറച്ച് ഡ്വാഫ്നെസ് കാണിക്കും, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒന്നുമില്ല, അവരുടെ ബ്ലെൻഡിങ് ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ടാണ് ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗ്യാമേറ്റ്സ് കൂടെ ലോ ഓഫ് സെഗ്രിഗേഷനും മറ്റൊരു പേരായിട്ട് പറയുന്നത്. ആൻഡ് ഈ ലോ ഓഫ് സെഗ്രിഗേഷൻ കാരണമാണ് നമ്മുടെ F1 ജനറേഷനിലെല്ലാം എന്താ, അവിടെ എല്ലാം ഉണ്ടായിരുന്നത് ഹെട്രോസൈഗസ് ഡോമിനന്റ് കണ്ടീഷൻ ആണെങ്കിലും അവിടെ എന്താ, അവിടെ റിസസീവ് ആയിട്ടുള്ള അലീലും ഉണ്ട്, പക്ഷെ അതിന് എന്ത് പറ്റുന്നില്ല? എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലാതെ അത് ബ്ലെൻഡ് ആവുന്നോ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല. പിന്നെ ഗ്യാമേറ്റ് ഫോർമേഷൻ, പേരൻസിൽ എന്തായിരിക്കും? പേരൻസിൽ എപ്പോഴും 2 അലീൽസ് ഉണ്ടെങ്കിലും ഗ്യാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് ഏതെങ്കിലും ഈ 2 പേരും എന്താ, ഓരോ ഗ്യാമേറ്റ് ആയിട്ട് ഡിഫറെന്റ് ആയിട്ട് മാറാറുണ്ട്, സെപ്പറേറ്റ് ചെയ്യാറുണ്ട്. സോ പേരൻസിന്റെ കണ്ടീഷൻ ചിലപ്പോൾ ക്യാപിറ്റൽ ടി ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ടൈപ്പ്, അതായത് ഒത്തിരി ഗ്യാമേറ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിലും അവരെല്ലാം എന്ത് തന്നെയായിരിക്കും? അവരെല്ലാം ക്യാപിറ്റൽ ടി തന്നെയായിരിക്കും. ഇപ്പൊ പേരന്റ് ഹോമോസൈഗസ് കണ്ടീഷനിലാണെങ്കിൽ, അതേപോലെ തന്നെ അതിപ്പം ഹോമോസൈഗസ് റിസീവ് ആണെങ്കിലും ഗ്യാമേറ്റ്സ് ഒത്തിരി ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതെല്ലാം എന്താ, അതെല്ലാം ഒരേ ടൈപ്പ് തന്നെ, അതായത് എല്ലാം സ്മോൾ ടി എന്ന് പറയുന്ന ടൈപ്പ് തന്നെ ആയിരിക്കും. പക്ഷേ ഹെട്രോസൈഗസ് കണ്ടീഷനിലാണെങ്കിൽ മാത്രമേ അവിടെ 2 ടൈപ്പ് ഓഫ് ഗ്യാമേറ്റ്സ്, 2 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്യാമേറ്റ്സ് ഫോം ചെയ്യുള്ളൂ. ഒന്ന് ക്യാപിറ്റൽ ടി ആയിരിക്കും, ഒന്ന് സ്മോൾ ടി ആയിരിക്കും. ഓക്കെ, ഹെട്രോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷനിലെ പേരൻസ് 2 ഗ്യാമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും ആൻഡ് ഈച്ച് ഹാവ് 1 അലീൽ വിത്ത് ഈക്വൽ പ്രൊപ്പോർഷൻ. രണ്ടിനും ഒരേ
എന്താ ഒരേ വാല്യൂ തന്നെയായിരിക്കും, പക്ഷെ അവരുടെ കണ്ടീഷൻസ്, അവരുടെ ക്യാരക്ടേഴ്സ് വ്യത്യാസമായിരിക്കും. അതിനെയാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ ഓഫ് ജീൻസ് അല്ലെങ്കിൽ ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമീറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അത് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഈ ലോ ഓഫ് സെഗ്രിഗേഷനാ. ഓക്കെ, ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ നേരത്തെ ഇവിടെ എഴുതിയ സമയത്ത് എന്താ നമ്മൾ പറഞ്ഞു, രണ്ട് ടി, ഇവിടെ എന്താ ക്യാപിറ്റൽ ടി ആണെങ്കിൽ അതിൽ നിന്ന് ക്യാപിറ്റൽ ടി ആയിരിക്കും ഗാമീറ്റ് ഫോം ചെയ്യാന്ന് പറഞ്ഞു. സ്മോൾ ടി ആണെങ്കിൽ സ്മോൾ ടി ആയിരിക്കും ഗാമീറ്റ് ഫോം ചെയ്യാന്ന് പറഞ്ഞു. ഇവിടെ ഉള്ള പ്രത്യേകത എന്താ, ഇവിടെ രണ്ടെന്ന് പറയുന്നതും ഹോമോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷനാണ്. അതായത് രണ്ടും ഒരേ അലീല് തന്നെ ഉള്ളൂ. അതുകൊണ്ട് അതിൽ നിന്ന് ക്യാപിറ്റൽ ടി ആണെങ്കിൽ അതിൽ നിന്ന് ക്യാപിറ്റൽ ടി മാത്രമല്ലേ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് നമുക്ക് ഒരു ടൈപ്പ് ഓഫ് ഗാമീറ്റ് മാത്രമേ ഫോം ചെയ്യുള്ളൂ, കാരണം അതിന്റെ പേരന്റിൽ ഒരു ടൈപ്പ് ഓഫ് അലീല് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ്. അതേസമയം ഇവര് തമ്മിൽ ക്രോസ് ചെയ്ത് സെക്കൻഡ് ജനറേഷൻ F1 ജനറേഷൻ ആവുന്ന സമയത്തോ അവിടെയുള്ള പ്ലാന്റില് ഒരു ക്യാപിറ്റൽ ടിയുടെ അലീലും ഉണ്ട്, ഒരു സ്മോൾ ടിയുടെ അലീലും ഉണ്ട്. ഇതൊരു പെയർ ആയിട്ടായിരിക്കും പേരന്റിൽ കാണുന്നത്. പിന്നെ ഗാമേറ്റ് ഫോർമേഷൻ നടക്കുന്ന സമയത്ത് എന്ത് പറ്റും, ഈ പെയർ സെപ്പറേറ്റ് ആവും അല്ലെ. നമുക്കറിയാം ഡിവിഷന്റെ സമയത്ത് ഓരോ അലീലും സെപ്പറേറ്റ് ആയിട്ട് മാറും. അങ്ങനെ വരുന്ന സമയത്ത് ചില ഗാമേറ്റ്സിൽ ഏതായിരിക്കും, ചില ഗാമേറ്റ്സിൽ ക്യാപിറ്റൽ ടി ആയിരിക്കും ഉള്ളത്, ചില ഗാമേറ്റ്സിലോ ചിലതിൽ സ്മോൾ ടി ആയിരിക്കും ഉള്ളത്. അതുകൊണ്ടാണ് ഹെട്രോസൈഗസ് കണ്ടീഷനുള്ള പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് രണ്ട് അലീല് കിട്ടും. അതേസമയം ഹോമോസൈഗസ് കണ്ടീഷൻ ആണെങ്കിലോ രണ്ടും ഒരുപോലെയല്ലേ, അതിൽ നിന്ന് ഒരു ടൈപ്പ് ഓഫ് ഗാമേറ്റ് അല്ലേ നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ നമ്മുടെ F1 ജനറേഷനില് ടോൾനെസ് ക്യാരക്ടർ മാത്രമേ കാണിക്കുന്നുള്ളെങ്കിലും അവിടെ എന്താ ഹെട്രോസൈഗസ്, അവിടെ ടോളിന്റെ അലീലും ഉണ്ട്, റെസിസീവിന്റെ അലീലും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ F2 ജനറേഷനിൽ എന്താ ടോൾ പ്ലാന്റ്സും ഡ്വാഫ് ആയിട്ടുള്ള പ്ലാന്റ്സും ഉണ്ടായത്. കാരണം അവിടെ ക്യാരക്ടർ ഫീനോടൈപ്പ് കാണിച്ചില്ലെങ്കിലും അവിടെ ജീനോടൈപ്പ് അതിനുള്ളിൽ പ്രസന്റ് ആയിട്ടുള്ളതുകൊണ്ടാണ്. സോ F1 ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരിക്കും. അതിൽ നിന്ന് ഉണ്ടാവുന്ന ഗാമീറ്റ്സ് ഏതൊക്കെയാ, ക്യാപിറ്റൽ ടിയും ഉണ്ടാവും സ്മോൾ ടിയും ഉണ്ടാവും. അങ്ങനെ രണ്ട് ഇതുപോലെ തന്നെയുള്ള രണ്ട് സെയിം പേരന്റ്സിനെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു, സെൽഫിങ് ചെയ്ത് അല്ലെങ്കിൽ ഇൻബ്രീഡിങ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് 4 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ ഈ പേരന്റിലുള്ള ക്യാപിറ്റൽ ടിയും സെക്കൻഡ് പേരന്റിലുള്ള ക്യാപിറ്റൽ ടിയും കൂടെ ഫ്യൂസ് ചെയ്ത് ക്യാപിറ്റൽ ടി ഫോം ചെയ്യാം. അല്ലെങ്കിൽ ഈ ഫസ്റ്റ് പേരന്റിലെ ക്യാപിറ്റൽ ടിയും സെക്കൻഡ് പേരന്റിലെ സ്മോൾ ടിയും കൂടെ ഫ്യൂസ് ചെയ്ത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഫോം ചെയ്യാം. അതേപോലെ തന്നെ തിരിച്ച് സംഭവിക്കാം, ഈ പേരന്റിലെ സ്മോൾ ടിയും സെക്കൻഡ് പേരന്റിലെ ക്യാപിറ്റൽ ടിയും കൂടെ ഫ്യൂസ് ചെയ്തും ക്യാപിറ്റൽ ടി സ്മോൾ ടിയും ഫോം ചെയ്യാം. പിന്നെ നാലാമത്തെ, അതായത് ലാസ്റ്റ് ചാൻസ് ഏതാ, ഇതിലെ സ്മോൾ ടിയും ആൻഡ് സെക്കൻഡ് വണ്ണിലുള്ള സ്മോൾ ടിയും കൂടെ ഫോം ചെയ്ത് ഡ്വാഫ് എന്ന് പറയുന്ന കണ്ടീഷനും ഫോം ചെയ്യാം. ഇതിനൊക്കെ കാരണം എന്താന്ന് വെച്ചാൽ പേരന്റിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഈ രണ്ട് ഗാമേറ്റ്സ് സെപ്പറേറ്റ് ആവുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത്. അത് എന്താ വെച്ചാൽ അവിടെ ബ്ലെൻഡിങ് ഒന്നും നടക്കുന്നില്ല. ഒരു ടോൾ ക്യാരക്ടറും ഷോർട്ട് ക്യാരക്ടറും കൂടെ ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ ഇന്റർമീഡിയറ്റ് ഹൈറ്റ്, അതായത് ടോൾ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഡ്വാഫ് പ്ലാന്റ് ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് ഹൈറ്റ് ഉള്ള പ്ലാന്റ് ഉണ്ടോ? ഇല്ല. പക്ഷെ ഇത് പീ പ്ലാന്റിന്റെ കാര്യത്തിലാണ്. ഈ ലോ ഓഫ് സെഗ്രിഗേഷന് കുറച്ച് എക്സെപ്ഷൻസ് ഒക്കെ. നമ്മളിപ്പോ മനുഷ്യരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മനുഷ്യരിൽ എങ്ങനെയാ, നല്ല പൊക്കമുള്ള ആൾക്കാരും ഉണ്ട്, അതേസമയം തീരെ പൊക്കം കുറഞ്ഞ ആൾക്കാരും ഉണ്ട്, അതിന്റെ ഇടയ്ക്കുള്ള പൊക്കമുള്ള ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ള വെറൈറ്റി ഓഫ് ഹൈറ്റ് നമുക്ക് കാണാൻ പറ്റും. അതിന് കാരണം സെഗ്രിഗേഷൻ നടക്കുന്നുണ്ട്, പക്ഷെ അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത് വേറൊരു ടൈപ്പിലാണ്. അത് നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്നൊക്കെ പറയും കേട്ടോ. അത് നമുക്കിനി പഠിക്കാനുണ്ട്, വരുന്നതേ ഉള്ളൂ. സോ പയറുചെടികൾ അല്ലെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ട് ഒരു ലോ പറയുന്ന സമയത്ത് നമുക്ക് ലോ ഓഫ് സെഗ്രിഗേഷൻ പറയുന്ന സമയത്ത് പീ പ്ലാന്റിന്റെ എക്സാമ്പിൾ ഓർത്താൽ മതി. അവിടെ ഉള്ള ക്യാരക്ടേഴ്സും അതിൽ നിന്ന് ഗാമേറ്റ്സ് ഫോം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓർത്താൽ മതി. ഈ ലോ ഓഫ് സെഗ്രിഗേഷന്റെ മറ്റൊരു പേര് എന്താ, പ്യൂരിറ്റി ഓഫ് ഗാമേറ്റ്സ് എന്നാണ്. ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമേറ്റ്സ് എന്ന് പറയാറുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് കാര്യം എന്താ, ഇവിടെ അലീൽസ് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഗാമേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ബ്ലെൻഡിങ് ഒന്നും നടക്കുന്നില്ല. ക്യാരക്ടേഴ്സ് അതിന്റെ അലീൽസിനനുസരിച്ച് ഫോം ചെയ്യുന്നത് ഗാമേറ്റ്സിൽ നിന്ന് ഉണ്ടാവുന്ന അലീലിനെ അനുസരിച്ചായിരിക്കും. പേരന്റിലുള്ള ഏത് അലീലാണോ അത് തന്നെയായിരിക്കും ഗാമേറ്റിൽ കാണുക. പേരന്റിൽ ക്യാപിറ്റൽ ടി മാത്രമേ ഉള്ളെങ്കിൽ ഗാമേറ്റിലും ക്യാപിറ്റൽ ടി മാത്രമേ കാണുള്ളൂ. അതേസമയം രണ്ട് അലീലും ഉള്ളതാണെങ്കിൽ എന്താ, ഗാമേറ്റ്സിൽ രണ്ട് ടൈപ്പ് ഓഫ് അലീൽസ് ഉള്ള ഗാമേറ്റും വരാനുള്ള ചാൻസസ് ഉണ്ട്, എന്ന് വെച്ചാൽ ഉണ്ടാവും. അതവിടെ പോസിബിൾ ആയിട്ടും ഉണ്ടാവും. മനസ്സിലായോ? ഹലോ
ഓക്കെ. കുഴപ്പമില്ലല്ലോ അല്ലെ? ജസ്റ്റ് ഇങ്ങനെ ഓർത്താൽ മതി. ഈ പേരന്റിലുള്ള അനിയന് തന്നെയായിരിക്കും നമ്മൾ പറഞ്ഞു, പേരന്റ്സിൽ നിന്ന് ഉള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യും. ഇപ്പൊ പേരന്റ്സിൽ ക്യാപിറ്റൽ ടി മാത്രം ഉള്ളെങ്കിൽ പിന്നെ അവിടെ നിന്ന് നമുക്ക് സ്മോൾ ടി കിട്ടാനുള്ള ചാൻസ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ പിന്നെന്താ, 2 ടൈപ്പ് അലീലും ഉണ്ടെങ്കിൽ അവിടുന്ന് 2 ടൈപ്പ് അലീൽസിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും വരാനുള്ള ചാൻസ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ക്വയർ വരച്ച് എഴുതുന്ന സമയത്ത് എന്താ നമ്മൾ 4 ചാൻസസ് നോക്കുന്നത്. സോ ഈ 4 ചാൻസസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ചിലപ്പോൾ നമ്മളിപ്പം ഈ 2 പ്ലാന്റ്സിൽ നിന്ന് ഒരു പ്ലാന്റ് മാത്രമേ നമുക്ക് മതി, ഒരു പ്ലാന്റിനെ മാത്രമേ നമ്മൾ ഗ്രോ ചെയ്യുന്നുള്ളൂ. അതില് മാക്സിമം ആയിട്ടുള്ള ചാൻസ് ടോൾ ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ടാവാനാണ്. കാരണം 4 പ്ലാന്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ 3 ടോൾ ആയിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഡ്വാഫ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി 1/4 ആയിരിക്കും. അതിൽ തന്നെ ഹോമോസൈഗസ് ഡോമിനന്റ് ആവാനുള്ള പോസിബിലിറ്റി എന്താ, ഒരു ചാൻസ് ഉള്ളൂ, 1/4 തന്നെ ഉള്ളൂ. ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഡോമിനന്റ് ആവാനുള്ള ചാൻസ് ആണ് 2/4 അല്ലെങ്കിൽ 1/2. സോ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ലോസ്. അല്ലാതെ നമ്മളിപ്പോ ഒരു പ്ലാന്റിനെ തമ്മിൽ ക്രോസ് ചെയ്ത് കൃത്യം 4 ചെടി തന്നെ ഉണ്ടാവുന്ന ഒരു നിർബന്ധമില്ല കേട്ടോ. നമുക്ക് കിട്ടുന്ന റിസൾട്ടിന്റെ ഒരു പോസിബിലിറ്റി അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ക്രോസിംഗ് മെത്തേഡ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ ഈ പീ പ്ലാന്റിലൊക്കെ കാര്യത്തിൽ ടോളും ഡ്വാഫും മാത്രമേ ഉള്ളൂ, ഇന്റർമീഡിയറ്റ് കണ്ടീഷൻ ഒന്നും ഇല്ല എന്നൊക്കെ അല്ലെ. ഇനി നമുക്ക് അതിനകത്തുള്ള എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യം, അതിനെയാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയാം. നമ്മൾ ഇവിടെ വെച്ച് പഠിച്ചത് എന്താ, ലോ ഓഫ് ഡോമിനൻസി പഠിച്ചത് 2 ഡിസിമിലർ അല്ലെങ്കിൽ ഹെട്രോസൈഗസ് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം ഡോമിനന്റ് ആയിരിക്കും, ഒരെണ്ണം റിസീവ് ആയിരിക്കും നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ മാത്രമേ F1 ജനറേഷനിൽ, അതായത് ഡോമിനന്റ് ക്യാരക്ടർ മാത്രമേ F1 ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യൂന്ന് നമ്മൾ പറഞ്ഞു. അത്രയും ക്ലിയർ അല്ലേ? ഈ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് നടക്കുന്നത് അതെന്ന് പറയുന്നത് ഒരു നമ്മുടെ മെന്റലിന്റെ ലോയിന് ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു സംഭവം. മെന്റൽ പറഞ്ഞൊരു കാര്യത്തിന് എതിരെ നടക്കുന്ന ഒരു പ്രതിഭാസം, ഒരു ഫിനാമിനൻ ആണ് ഈ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല്, നമ്മൾ പേരന്റ് ആയിട്ട് ഒരു പ്യുവർ ലൈൻ അല്ലെങ്കിൽ ഒരു ഹോമോസൈഗസ് ഡോമിനന്റ് ആയിട്ടുള്ള ഒരു റെഡ് പ്ലാന്റിനെ എടുത്തു. അതേപോലെ തന്നെ ഹോമോസൈഗസ് റെസസീവ് ആയിട്ടുള്ള ഒരു വൈറ്റ് ഫ്ലവറിനെ എടുത്തു. ഇത് ഫങ്ഷൻ ചെയ്യുന്നത് സ്നാപ് ഡ്രാഗൺ എന്നൊക്കെ പറയും. ഈ സ്നാപ് ഡ്രാഗൺ എന്ന് പറയുന്ന ഫ്ലവറിലാണ് ഈ ഒരു ക്യാരക്ടർ ഒക്കെ കാണുന്നത്. എന്ന് വെച്ചാൽ കോമൺ ആയിട്ട് കാണുന്നതല്ല, പക്ഷെ ഇങ്ങനെ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടെന്നുള്ളതാണ്. സോ അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ ക്യാപിറ്റലാർ ഉള്ള പേരന്റ്സിൽ നിന്നുള്ള ക്യാമേറ്റ് ഏതായിരിക്കും? ക്യാപിറ്റൽ ആണോ സ്മോൾ ആണോ? കറക്റ്റ്, ക്യാപിറ്റലാർ ആയിരിക്കും. ക്യാപിറ്റലാർ എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്നും പേരന്റിൽ നിന്നുള്ള ഗ്യാമേറ്റ്. അപ്പൊ സ്മോൾ ആറിലത് സ്മോൾ ആറും ആയിരിക്കും. ഈ 2 ഗ്യാമേറ്റും കൂടെ ഫ്യൂസ് ചെയ്ത് കഴിയുന്ന സമയത്ത് അവിടെ F1 ജനറേഷൻ ഉണ്ടാവുന്നത് ഹെട്രോസൈഗസ് ഡോമിനന്റ് കണ്ടീഷൻ എന്ന് നമ്മൾ പറയാറുള്ള ക്യാപിറ്റലാറും സ്മോൾ ആറും ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. സോ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് വെച്ച് എന്താ വരേണ്ടത്, ഡോമിനന്റ് ആയിട്ടുള്ള റെഡ് ഫ്ലവറും റെസിസീവ് ആയിട്ടുള്ള വൈറ്റ് ഫ്ലവറും കൂടി ക്രോസ് ചെയ്ത F1 ജനറേഷനിൽ ഏതായിരിക്കും വരുന്നത്? നമ്മൾ ഇത്രയും നേരം പഠിച്ചത് വെച്ച് ഡോമിനന്റ് ആയിട്ടുള്ളത്, ഡോമിനന്റ് ആയിട്ടുള്ള റെഡ് വേണം നമ്മൾ പഠിച്ചത് വെച്ച് വരാൻ. പക്ഷേ ഇവിടെ ഏതാ വരുന്നത്, ഇവിടെ പിങ്ക് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് വരുന്നത്. അതായത് റെഡും അല്ല വൈറ്റും അല്ല, അതിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിട്ടുള്ള പിങ്ക് കളർ ആയിരിക്കും F1 ജനറേഷനിൽ കാണാൻ പറ്റുക. അപ്പൊ നമുക്ക് ഇതിനെ ഹെട്രോസൈഗസ് ഡോമിനന്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അത് ഡോമിനന്റിന്റെ ക്യാരക്ടറും അല്ല കാണിക്കുന്നത്, റിസീവിന്റെ ക്യാരക്ടറും കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് അതിന് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, അതായത് കുറച്ച് ഡോമിനൻസ് ഉണ്ട് എന്നാൽ കംപ്ലീറ്റ്ലി ഡോമിനന്റ് ആയിട്ടുള്ള കണ്ടീഷനും അല്ല, അതിനെയാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയാം. സോ ഇതിനെ നമ്മൾ ഈ F1 ജനറേഷനെ പിന്നെ നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഫീനോടൈപ്പ് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ജീനോടൈപ്പ് സെയിം തന്നെയാണ്. ജീനോടൈപ്പ് നമുക്ക് അറിയാം, അതിലുള്ള അലീൽസിന്റെ കണ്ടീഷൻ എന്തായിരിക്കും, സെയിം തന്നെയായിരിക്കും. പക്ഷേ അവർ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടർ നമ്മൾ പറയും, ക്യാരക്ടർ എന്ന് പറയുന്ന ഫീനോടൈപ്പാ, അത് ഡിഫറെന്റ് ആയിരിക്കും. സോ ജീനോടൈപ്പ് 1:2:1 തന്നെയാ F2 ജനറേഷനില്. പക്ഷേ ഫീനോടൈപ്പിക് റേഷ്യോ എങ്ങനെയായിരിക്കും, 1:2:1 തന്നെയാണ്. നേരത്തെ പറഞ്ഞത് 3:1 ആയിരുന്നു മോണോ ഹൈബ്രിഡ് ക്രോസില്. പക്ഷെ എന്തോ
ഓക്കെ. സോ ഇവിടെ എന്താ, ഇവിടെ ഫിനോട്ടിപ്പിക് റേഷ്യോ 1:2:1 ആണ്. കാരണം ഇവിടെ നമുക്ക് അറിയാം, നമുക്കുള്ള അലീൽസ് ഒക്കെ എന്താ സെയിം തന്നെയാ. ക്യാപിറ്റൽ ആർ ഒരെണ്ണം ഉണ്ട്, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ രണ്ടെണ്ണം ഉണ്ട്, സ്മോൾ ആർ ഒരെണ്ണം ഉണ്ട്. പക്ഷെ ക്യാപിറ്റൽ ആർ എന്ന് വെച്ചാൽ റെഡ് കളർ ആയിരിക്കും, സ്മോൾ ആർ എന്ന് വെച്ചാൽ വൈറ്റ് കളർ ആയിരിക്കും. പക്ഷെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറയുന്നത് ഏതാ, പിങ്ക് കളർ. ഇതാണ് ഇവിടെ ഉള്ള ഒരു പുതിയതായിട്ടുണ്ടാവുന്ന വ്യത്യാസം. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കാണിക്കുന്നതുകൊണ്ട് രണ്ടിന്റെ നടുക്കുള്ള ഒരു കളർ വന്നു. അതുകൊണ്ടാണ് ഇവിടെ ഈ റേഷ്യോയ്ക്ക് വ്യത്യാസം വരുന്നത്, നമുക്ക് കിട്ടുന്ന റിസൾട്ട്സിൽ വ്യത്യാസം വരുന്നത്. So incomplete dominance. When experiments on peas were repeated using other traits in other plants, it was found that sometimes the F1 had a phenotype that did not resemble either two of the parents and was in between the two. So ഇവിടെ എന്താ, ഇവിടെ പേരൻസിനെ ക്രോസ് ചെയ്ത് കിട്ടിയ F1 ജനറേഷൻ എങ്ങനെയാ, രണ്ട് പേരൻസിനെയും പോലെ അല്ല, അതിന്റെ ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ക്യാരക്ടറല്ലേ കാണിക്കുന്നത്. The inheritance of flower color in dog flower, ഇത് ഇമ്പോർട്ടന്റ് ആണ്. സോ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം, ഇൻഹെറിറ്റൻസ് ഓഫ് ഫ്ലവർ കളർ ഇൻ ഡോഗ് ഫ്ലവർ അല്ലെങ്കിൽ സ്നാപ് ഡ്രാഗൺ എന്ന് പറയുന്ന ഫ്ലവറിലെ ഇൻഹെറിറ്റൻസ് ഓഫ് ഫ്ലവർ കളർ ആണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ എക്സാമ്പിൾ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻ എ ക്രോസ് ബിറ്റ്വീൻ ട്രൂ ബ്രീഡിംഗ് റെഡ് ഫ്ലവർ, അതായത് ഹോമോസൈഗസ് ഡോമിനന്റ് ആയിട്ടുള്ള റെഡ് ഫ്ലവറും ഹോമോസൈഗസ് റിസസീവ് ആയിട്ടുള്ള വൈറ്റ് ഫ്ലവറും നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ F1 ജനറേഷനിൽ കിട്ടുന്ന ഏതായിരിക്കും, അതൊരു പിങ്ക് ഫ്ലവർ ആയിരിക്കും. വൈറ്റും അല്ല റെഡും അല്ല, മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളർ, പിങ്ക് കളർ ഫ്ലവർ ആയിരിക്കും കിട്ടുക. പക്ഷെ അതിന്റെ ജീനോടൈപ്പ് എന്തായിരിക്കും, അത് നമ്മുടെ സാധാരണ മോണോഹൈബ്രിഡ് ക്രോസിലെ പോലെ തന്നെ ക്യാപിറ്റൽ ആർ ഉണ്ടാവും, ഒരു സ്മോൾ ആറും ഉണ്ടാവും. പക്ഷെ കാണിക്കുന്ന ക്യാരക്ടർ മാത്രം വ്യത്യാസം ഉണ്ടാവും. പിന്നെ ആ F1 നമ്മൾ സെൽഫ് പോളിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ആണ് ഇവർ പറഞ്ഞിട്ടുള്ള ഒരു ക്യാപിറ്റൽ ആർ റെഡും, രണ്ട് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ പിങ്കും, ഒരു സ്മോൾ ആർ വൈറ്റും. അതായത് 1:2:1 റേഷ്യോ ആയിരിക്കും ജീനോടൈപ്പിനും ഫീനോടൈപ്പിനും. അങ്ങനെ ഒരു കണ്ടീഷൻ ആയിരിക്കും കിട്ടുക. അതെന്ന് പറയുന്നത് എന്താ, നമ്മുടെ മെറ്റേലിയൻ മോണോഹൈബ്രിഡ് ക്രോസ്, അതായത് മെന്റൽ ചെയ്ത എക്സ്പെരിമെന്റിലെ മോണോഹൈബ്രിഡ് ക്രോസ്. ഈ ഒരു ക്രോസ് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് മെൻഡേലിയൻ മോണോഹൈബ്രിഡ് ക്രോസ്. ആ ഒരു റിസൾട്ടിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള റിസൾട്ട് ആണ് നമുക്ക് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ കിട്ടിയത്. സോ അതിനുള്ള കാരണമാണ് പിന്നെ അവർ പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള കാരണം എന്താന്ന് വെച്ചാല്, ഈ ഇൻകംപ്ലീറ്റ് ഡോമിനൻസില് ഒന്നല്ലെങ്കിൽ രണ്ട് അലീൽസും എന്താ അതിന്റെ ഡോമിനൻസ് കാണിക്കുന്നുണ്ട്. അതായത് റെഡ് കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ആവാനായിട്ട് വൈറ്റും സമ്മതിക്കുന്നില്ല, വൈറ്റ് കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ആവാനായിട്ട് റെഡും സമ്മതിക്കുന്നില്ല. ആ ഒരു കണ്ടീഷനിൽ എന്താ, അത് രണ്ടും കൂടി ഒരുമിച്ച് ഒരു കോമ്പിനേഷൻ ആയിട്ട് അവിടെ വർക്ക് ചെയ്യും. സോ ഈ ജീൻസിനകത്ത് എന്ന് വെച്ചാൽ ഓരോ ഇൻഫർമേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതിൽ നിന്ന് അലീൽസ് ആയിട്ട് മാറുന്ന സമയത്ത് അവര് തമ്മിലുള്ള എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഉണ്ടായി, അതിന് ചില മോഡിഫിക്കേഷൻ, അതായത് അതിന്റെ സാധാരണയായിട്ടുള്ള ഡോമിനന്റ് റിസീവ് കണ്ടീഷൻ എന്തെങ്കിലും മാറ്റം വരുവാണെങ്കിൽ അങ്ങനെയുള്ള സമയത്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഉണ്ടാവുക. അതിന് അവർ മെയിൻ ആയിട്ട് പറയുന്നത് 3 കാരണങ്ങളാണ്. കാരണം ഈ എൻസൈംസ് ആണല്ലോ ഇതിന്റെ ഈ സെല്ലുലർ മെക്കാനിസം ഒക്കെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഈ അലീൽ ഉണ്ടാവുന്ന സമയത്ത് എന്തെങ്കിലും എൻസൈം ചേഞ്ച് ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും എൻസൈംസിനോ എന്തെങ്കിലും മാൽഫങ്ഷൻ ഉണ്ടാവുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ ലെസ് എഫിഷ്യന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു എൻസൈം ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്തു പക്ഷെ അതിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് എൻസൈം പ്രൊഡ്യൂസ് ചെയ്തത് കറക്റ്റ് ആയിട്ടാ, പക്ഷെ അതിന് ആ ഒരു ഫങ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കാത്തൊരു കണ്ടീഷൻ ഉണ്ട്, ഒരു അവസ്ഥയുള്ളത്. അല്ലെങ്കിൽ അവിടെ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഈ 3-ൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടാവുന്ന സമയത്തായിരിക്കും ഈ അലീലിന് മോഡിഫിക്കേഷൻ വരിക. അതുകൊണ്ടായിരിക്കും അവിടെ ഡോമിനൻസും റിസസീവ്നെസ്സും തമ്മിൽ ഇന്റർമീഡിയറ്റ് മിക്സ് ആയുള്ള ഒരു കണ്ടീഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണോ അത്? ഓക്കെ. സോ ഇത് ജസ്റ്റ് അലീൽസും എൻസൈംസും, അലീൽസിന് ഇങ്ങനെ ഒരു ചേഞ്ച് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവാനുള്ള കാരണം അവിടെ എൻസൈംസിന് ഉണ്ടാവുന്ന ചേഞ്ച്. അതിൽ എൻസൈംസിന് എന്തൊക്കെ ചേഞ്ച് ഉണ്ടാവും, ഒന്നല്ലെങ്കിൽ ലെസ് എഫിഷ്യന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നോൺ ഫങ്ഷൻ, അതിന് ഫങ്ഷന് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം, അല്ലെങ്കിൽ എൻസൈം പ്രൊഡക്ഷൻ അവിടെ ഉണ്ടാകാത്ത ഒരു കണ്ടീഷൻ ആയിരിക്കാം. ഇതെല്ലാം കൊണ്ടാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ അലീൽസിന് ഒരു ചേഞ്ച് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അവിടെ ഡോമിനന്റ് ആൻഡ് റിസസീവ് കണ്ടീഷൻ തമ്മിലൊരു ഇന്റർമിക്സിങ്, ഇൻ ബിറ്റ്വീൻ കണ്ടീഷൻ ഉണ്ടാവുന്നത്. പിന്നെ പറഞ്ഞുള്ള അവിടെ
റെസിസ്റ്റീവ് ട്രേറ്റ് ഇതുകൊണ്ട് എന്ത് സംഭവിക്കാം, അവിടെ നോൺ ഫങ്ഷണൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം റെസിസ്റ്റീവ് ട്രേറ്റും ഡോമിനന്റ് ട്രേറ്റും തമ്മിൽ മിക്സ് ചെയ്ത് പുതിയൊരു കണ്ടീഷൻ കാണുന്നത്. സോ ഈ ഇൻകംപ്ലീറ്റ് ഡോമിനൻസില് പേരൻസ് എന്തായിരിക്കും, അത് ഹോമോസൈഗസ് ഡോമിനന്റും ഹോമോസൈഗസ് റിസസീവ് ആയിരിക്കും. അവരെ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് F1 ജനറേഷനില് ജീനോടൈപ്പ് സെയിം ആയിരിക്കും, പക്ഷെ ഫീനോടൈപ്പ് എന്തായിരിക്കും, ഫീനോടൈപ്പ് ഡിഫറെന്റ് ആയിരിക്കും. അതായത് രണ്ട് പേരൻസിന്റെയും ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലുള്ള ഫീനോടൈപ്പ് ആയുള്ള ഒരു പ്ലാന്റിനെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇവിടെ എന്താ, ഇവിടെ ക്യാപിറ്റൽ ആർ റെഡും സ്മോൾ ആർ വൈറ്റും കൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് നമുക്ക് കിട്ടിയ ജീനോടൈപ്പ് എന്ത് തന്നെയാ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ തന്നെയാണ്. നമുക്ക് നോർമലി മോണോഹൈബ്രിഡ് ക്രോസിൽ കിട്ടുന്ന അതേ ഇത് തന്നെയാ. പക്ഷെ അവിടെ ഉണ്ടായ ക്യാരക്ടർ ഏതാ, അതിന്റെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് ഇവിടെ പിങ്ക് കളറായി പോയി. അതെന്ന് പറയുന്നത് ഇതിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതിന് കാരണം ഈ രണ്ട് ജീൻസും തമ്മിൽ ഒരു ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഫങ്ഷൻ ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ ആയോ ഇത്? എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ അതിന് വേറൊരു പേര് പറയാം, 4 മണിപ്പൂ ഇതാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. സ്നാപ്ഡ്രാഗൺ, അതെ 4 മണിപ്പൂന്ന ടീച്ചർ പറഞ്ഞു. ഓക്കെ, സ്നാപ്ഡ്രാഗൺ തന്നെയാണ് മറ്റേ 4 മണിപ്പൂ എന്ന് പറയുന്നത്. അതിന് നമുക്കറിയാം അല്ലെ, നമ്മളിപ്പോ അതിന് ഒരുമിച്ച് നടുന്ന സമയത്ത് ഏതെങ്കിലും 2 കളറേ കാണുള്ളൂ. പിന്നെ അതിന്റെ അടുത്ത ഇതായിട്ട് അടുത്ത പ്ലാന്റ്സ് ഒക്കെ ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ വേറെ വേറെ കളർ വരും. അതിനുള്ള കാരണം ഇതാ, അവിടെ വൈറ്റും ഉണ്ടാവാം, റെഡും ഉണ്ടാവാം, പിങ്കും, അങ്ങനെ 3 കളേഴ്സ് ആയിട്ടൊക്കെ മാറും. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്നാണ് അതിന് പറയുന്ന പേര്. ഓക്കെ ആണോ? അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് കോഡോമിനൻസിന്റെ കാര്യം. ഇത് ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് പറയാവേ, ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഈ ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? ഏതൊക്കെ ഗ്രൂപ്പ് ബ്ലഡാ ഉള്ളത്? എ ബി, എ പോസിറ്റീവ്, ബി പോസിറ്റീവ്, ഒ എ ബി നെഗറ്റീവ്, എ ബി പോസിറ്റീവ്. കറക്റ്റാ. നമുക്ക് മെയിൻ ആയിട്ട് ഗ്രൂപ്പ് പറയുവാണെങ്കിൽ എ ഉണ്ടാവാം, ബി ഉണ്ടാവാം, എ ബി ഉണ്ടാവാം, പിന്നെ ഒയും ഉണ്ടാവാം. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള 4 ടൈപ്പ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്. ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത് അതിന്റെ RH ഫാക്ടർ, അത് വേറൊരു കമ്പോണന്റ്. അതനുസരിച്ചാണ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് തിരിക്കുന്ന സമയത്ത് പറയുന്നത്. അപ്പൊ ബ്ലഡ് ഗ്രൂപ്പിന്റെ നമുക്ക് ഇവിടെ പറയാനുള്ള ABO ഫാക്ടേഴ്സിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി, മറ്റേ RH ഫാക്ടറിന്റെ കാര്യം പറയണ്ട. നമ്മളിപ്പോ പറയുന്നത് കോഡോമിനൻസ് എന്ന് പറയുന്നത് കാര്യം കേട്ടോ. സോ നമുക്കറിയാം, ഒന്നല്ലെങ്കിൽ ചിലർക്ക് A മാത്രമായിരിക്കും ഉണ്ടായിരിക്കാം, ചിലർക്ക് ബി എന്ന് പറയുന്നതിന്റെ അലീലും മാത്രമായിരിക്കും, ക്യാരക്ടർ മാത്രമായിരിക്കും, ഫീനോടൈപ്പ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കാം. ചില സമയത്ത് എന്ത് പറ്റും, ഈ എയും കാണും ബിയും കാണും. അതായത് എയുടെ ക്യാരക്ടേഴ്സും കാണിക്കും, ബിയുടെ ക്യാരക്ടേഴ്സും കാണിക്കും. ആൻഡ് ചില സമയത്ത് എങ്ങനെയാ, ഇത് രണ്ടും ഇല്ലെങ്കിലും എന്ത് പറ്റും, അതിന് ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് 3 അലീൽസ് ആണ് ബ്ലഡ് ഗ്രൂപ്പിലുള്ളത്. ശരിക്കും അതായത് ഒരു ജീനിൽ 2 അലീൽസ് ആണല്ലോ ഉള്ളത്. അതിനിവിടെ 3 ചാൻസസ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ IA എന്ന് പറയും, നമ്മൾ I എഴുതിയിട്ട് മുകളിൽ ഒരു A എഴുതും. ഞാൻ എഴുതി അത്ര ക്ലിയർ അല്ല കേട്ടോ, ഇവിടെ ഈ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. IA ആയിരിക്കാം, അല്ലെങ്കിൽ IB ആയിരിക്കാം, അതും അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ IU ആയിരിക്കാം. ഈ 3 എണ്ണമാണ് ബ്ലഡ് ഗ്രൂപ്പിൽ വരുന്ന അലീൽസ്. ഇവിടെ നമുക്ക് നോക്കി അറിയാം 2-ലധികം അലീൽസ് ഉണ്ടല്ലേ. അതിന് നമ്മൾ ഒരു പ്രത്യേക പേര് പറയും, മൾട്ടിപ്പിൾ അലീസം. മൾട്ടിപ്പിൾ അലീസം എന്ന് വെച്ചാൽ ഒരു ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യാൻ 2-ലധികം അലീൽസ് ഉള്ള കണ്ടീഷനെയാണ് മൾട്ടിപ്പിൾ അലീസം എന്ന് നമ്മൾ പറയുന്നത്. മൾട്ടിപ്പിൾ അലീൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു മൾട്ടിപ്പിൾ അലീൽസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. ആൻഡ് ഇവിടെ എന്ത് വെച്ചാൽ ഇവിടെ കോഡോമിനൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. സോ അതെന്താന്ന് വെച്ചാൽ പേരൻസ് ഏതാണ് അതിന്റെ രണ്ടിനെയും കൂടെ മിക്സ് ആയിട്ടുള്ള ഇടയ്ക്കുള്ള ഒരു ക്യാരക്ടർ കിട്ടും. ഇവിടെ എന്താന്ന് വെച്ചാൽ ഇപ്പം എക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് അവിടെ സോറി ഇവിടെ O അല്ല കേട്ടോ, ഞാൻ എഴുതിയത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ I ആണ്. 3ാമത്തെ അലീൽ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ I വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ 2 സ്മോൾ ലെറ്റർ I വരികയാണെങ്കിൽ അതിന് O ഗ്രൂപ്പ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത്
ഒന്നല്ലെങ്കിൽ എ മാത്രമായിട്ട് ഒറ്റയ്ക്ക് നിൽക്കാം, അല്ലെങ്കിൽ ബി മാത്രമായിട്ട് ഒറ്റയ്ക്ക് നിൽക്കാം, അല്ലെങ്കിൽ എന്താ എക്കും ബിക്കും ഒരുമിച്ച്, അതായത് രണ്ട് ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. പക്ഷെ ഇവിടെ എന്ത് പറ്റും, ഇവിടെ മൾട്ടിപ്പിൾ അലീൽസം കാണിക്കുന്നത് കൊണ്ട്, അതായത് ഒരു ജീനിന് വേണ്ടി തന്നെ രണ്ടിലധികം അലീൽസ് ഉള്ളത് കൊണ്ട് അവര് ഒരുമിച്ച് നിന്നാലും പുതിയൊരു ക്യാരക്ടർ ആയിരിക്കും ഫോം ചെയ്യുക. എ ബി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കും ഫോം ചെയ്യുക. അതല്ലാണ്ട് എന്ത് ചെയ്യാനും പറ്റും, ഇത് രണ്ടും ഇല്ലാതെ, രണ്ട് മെയിൻ അലീൽസും ഇല്ലാതെ ഈ മൂന്നാമത്തെ അലീൽസ് ഒറ്റയ്ക്ക് നിന്നാലും അത് അങ്ങനെ അവർക്ക് ഫങ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു കണ്ടീഷനെയാണ് കോഡോമിനൻസ്. കോഡോമിനൻസ് വെച്ചാൽ എന്താ, രണ്ടുപേരും ഒരുമിച്ച് ഡോമിനേറ്റ് ചെയ്യുന്ന കണ്ടീഷൻ, അതിനെയാണ് കോഡോമിനൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ എയും കാണും ബിയും കാണും, അവർ തമ്മിൽ ആ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് അവിടെ കാണിക്കുന്നുണ്ട്, അതായത് രണ്ടുപേരും ഡോമിനന്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സോ ഈ ഒരു കണ്ടീഷന് പറയുന്ന പേരാണ് കോഡോമിനൻസ്. അത് കാണുന്നതിന് ഒരു മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്, ABO ബ്ലഡ് ഗ്രൂപ്പ്. ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡിന് മെയിൻലി എയും ബിയും ഓയും ആ ഒരു ആന്റിജൻസിന്റെ ഒക്കെ അനുസരിച്ചാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ഈ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് കണ്ടുപിടിച്ച ആൾ ആരാന്നറിയാവോ? കാർൽ ലാൻഡ്സ്റ്റീനർ. കാർൽ ലാൻഡ്സ്റ്റീനർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഈ ബ്ലഡ് ഗ്രൂപ്പിംഗ് ആദ്യമായിട്ട് ഹ്യൂമൻ ബ്ലഡിനെ ഗ്രൂപ്പ്സ് ആയിട്ട്, ABO എന്ന് പറയുന്ന 3 ടൈപ്സ് ആയിട്ട് തിരിച്ചത്. അതിൽ നിന്ന് തന്നെ പല ടൈപ്പ് ബ്ലഡ് ഉണ്ട്. ഇപ്പൊ കൊച്ചു പറഞ്ഞില്ല, എയും ബിയും AB ഉണ്ടാവാം, O ഉണ്ടാവും, അതിന്റെ തന്നെ പോസിറ്റീവും നെഗറ്റീവ്സും ഒക്കെ ഉണ്ടാവാം. അതിനെ കുറിച്ച് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇന്നത്തെ ഇതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ. ഈ ഇൻകംപ്ലീറ്റ് ഡോമിനൻസും കോഡോമിനൻസും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും അതിൽ ഏതാ കംപ്ലീറ്റ്ലി ഡോമിനന്റ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവിടെ എന്താ, രണ്ടിന്റെയും കുറേശ്ശെ ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട്, രണ്ടും തമ്മിൽ ഒരു ഈക്വൽ കണ്ടീഷൻ ആണെന്ന് പറയാം. പക്ഷെ കോഡോമിനൻസിൽ രണ്ടും എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാ, രണ്ടിനെയും എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഇന്റർമീഡിയറ്റ് ഒന്നുമല്ല, രണ്ടിനെയും ഈക്വലി തന്നെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് കോഡോമിനൻസ്. ഓക്കെ, അടുത്ത ക്ലാസ് നാളെ വൈകിട്ടാണ്. നാളെ വൈകിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കണം. അതായത് നമുക്കിപ്പം ഒരു 2 ചാപ്റ്റേഴ്സിന്റെ PYQ നോക്കാനുണ്ടല്ലോ, അത് നോക്കണം. അത് ഇതിന്റെ കണ്ടിന്യൂഷൻ എടുക്കണം. ഓക്കെ, എങ്കിൽ നമുക്കൊരു ആദ്യത്തെ അരമണിക്കൂർ PYQ നോക്കാം, എന്നിട്ട് ബാക്കി ഇത് കണ്ടിന്യൂ ചെയ്യാം. പോരെ? ഓക്കെ, എങ്കിൽ ഇന്ന് കൺക്ലൂഡ് ചെയ്യാം. എല്ലാവരും നന്നായിട്ട് നോക്കണം, ഇത് വളരെ ഇമ്പോർട്ടന്റ്. നോക്കിയിട്ട് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ ചോദിച്ചാൽ മതി കേട്ടോ.